കേൾക്കാവോ? ഒന്ന് റീപ്ലൈ തരണേ, കാരണം ഞാൻ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ അക്കൗണ്ടിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് മെസ്സേജ് അയച്ചോട്ടെ ഗ്രൂപ്പുകളിൽ, അന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നുള്ളത്. നമ്മൾ ഒരുപാട് കാലമായി മീറ്റിംഗ് ഒക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, കാരണം നമുക്കറിയാലോ, ഞാനും പിന്നെ കുറേ പരിപാടിയായിട്ട് കുറേ കാലം തിരിഞ്ഞു പോയി. എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ട്രാവലിങ് ആ ലെവലിലേക്ക് കുറച്ച് കാലം ഞാൻ മാറി. അപ്പോൾ അത് കാരണം ഞാൻ കഴിഞ്ഞ വീക്കിലും അതിന് മുമ്പത്തെ വീക്കിലൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. വീക്കെൻഡുകളിൽ ഫുള്ള് ട്രാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് ഏകദേശം ഒരു 4-5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീക്കെൻഡിൽ വീട്ടിലുണ്ടാവും. അതുകൊണ്ടാണ് മീറ്റിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ പറ്റാൻ. പിന്നെ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. പലപ്പോഴും പല ആളുകളും അവൈലബിലിറ്റി കുറവായതുകൊണ്ട് പലർക്കും സാധിച്ചിട്ടില്ല. നമ്മൾ പിന്നെ അങ്ങനൊരു മൈൻഡ് സെറ്റ്, നമ്മളതേ മൈൻഡ് സെറ്റുള്ള എല്ലാവരെയും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ലെവലിലുള്ളൊരു പ്ലാനാണല്ലോ. ഓപ്പൺ കമ്മ്യൂണിറ്റി അല്ല. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവൈലബിൾ അല്ലാത്ത സമയത്ത് അവർക്കും ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകാം. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നമുക്കിന്ന് ഇപ്പോൾ മെയിനായിട്ട് അജണ്ടകൾ സാധാരണ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സംഭവങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിത്ത് ആൻ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. പിന്നെ പുതിയതായിട്ടുള്ള കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് ഉള്ളത്, നമ്മുടെ അജണ്ടയിലുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഇതുവരെ പങ്കെടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ മീറ്റപ്പിൽ? എന്തെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യണേ. ഇതുവരെ നമ്മളെ മീറ്റപ്പിലൊന്നും പങ്കെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. നിങ്ങൾ പങ്കെടുക്കാത്ത ആളുകൾ ഓരോരുത്തരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ക്രഷ് ഗ്രൂപ്പ് ബ്രോ, പേര് ക്രഷ് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ എന്തായാലും ഈ റിയൽ നെയിം അറിയില്ല, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ആ ആണെങ്കിലും ശരി, പേര് നിങ്ങൾക്ക് പേര് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിനൊന്നും ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ഓപ്പൺ കമ്മ്യൂണിറ്റി, ഓപ്പൺ വെർച്വൽ കമ്മ്യൂണിറ്റി. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ. പേര് ഷിബിൽ, ആംഗുലർ ഡെവലപ്പറാണ്. ഓ, ആൻഡ്രോയിഡ് നേറ്റീവ് ആണോ അതോ ആംഗുലർ. ആംഗുലറോ? അതെ. ഓക്കെ. കോഴിക്കോട് വർക്ക് ചെയ്യുന്നത്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് ഈസ്റ്റ് നടക്കാവ്. നടക്കാവിലാണല്ലേ? അതെ. ഓക്കെ. എങ്ങനെ കമ്പനി പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ? കമ്പനി പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. സ്റ്റാർട്ടപ്പ് ആണ്. പ്രൊഡക്റ്റ് ഫിക്സെയിൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ്. ഹോം സർവീസ് ആപ്പാ. അതെ. അതിന്റെ ക്രഡക്സും ഉണ്ട്. ക്രഡക്സിലുള്ളത് സർവീസ് ആണ്. പിന്നെ അവിടെ തന്നെയുള്ള പ്രൊഡക്റ്റ് ആണ് ഫിക്സെയിൽ. അതെ. അതെ. ഓക്കെ. ആംഗുലർ ആണല്ലേ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? അതെ, ആംഗുലറാണ്. നാട് എവിടെ? നാട് പൊന്നാനി. പൊന്നാണി. ഓ, നമ്മുടെ തിരൂരിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ തിരൂരാണ് കേട്ടോ. അതെ. ആണോ? തിരൂരാണ്. അതെ. തിരൂരടാ? തിരൂര് പുല്ലൂര് എന്ന് പറയും. ഓക്കെ ഓക്കെ. പുല്ലൂർ അറിയോ? ഇല്ല. ഞാൻ അവിടെ വരലുണ്ട്. പൊന്നാനിയിൽ നമ്മുടെ മക്കുത്തൂം പള്ളിയൊക്കെ അല്ലേ? ആ ഓക്കെ. അവിടെ മെയിൻ ഏരിയയാണ്. അവിടെ ഒരു മുട്ടപ്പത്തിരിയും ബീഫും ആ കിട്ടും. യെസ് യെസ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്ന് കഴിക്കണ. ആ ആ അപ്പോൾ അല്ലാതെ പറഞ്ഞ ഏരിയയിൽ ഇച്ചിരി ഏരിയയിലൊക്കെ കറങ്ങി നടക്കുക. പിന്നെ അതേപോലത്തെ നമ്മുടെ ചെമ്പ്രവട്ടം ഇതുണ്ടല്ലോ, എന്താ പറയുക, കർമ്മ റോഡ്. ആ കർമ്മ റോഡ്. അവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. ആ ഓക്കെ. അപ്പോൾ അതാണ് പൊന്നാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് വരുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആംഗുലറിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു കേട്ടോ. അതാണ് മെയിൻ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. അല്ലെങ്കിൽ ഡൗട്ടാണെങ്കിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അറിയണത് ഷെയർ ചെയ്യാം. എല്ലാத்தைയും നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. എന്തായാലും 2 വാക്ക്, നിങ്ങൾ എത്ര വർഷം എക്സ്പീരിയൻസ് ആയി ഇപ്പോൾ ആംഗ്ലൂരിൽ? ഞാന് ഒന്നര വർഷം. 1.5 വർഷം. അതിന് മുമ്പ് ഏതായിരുന്നു? ഇല്ല, ഞാന് ആംഗുലർ തന്നെയായിരുന്നു. അതെ, ഫ്രഷറായിട്ട് കയറി. ആ ഫ്രഷറായിട്ട് കയറിയതാ. അതെ.
ആംഗുലർ എടുത്തപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് വന്നത് മെയിനായിട്ട് വർക്കിന്? മെയിനായിട്ട് പറഞ്ഞാല് നമുക്ക് റിസോഴ്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റക്ക് ആവൂല, അങ്ങനെ ചെയ്ത് പോവാ. പക്ഷെ മെയിനായിട്ട് കോഡ് സ്ട്രക്ചറും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആർക്കിടെക്ചർ ലെവലിലായിരിക്കും കുറച്ചും കൂടി അതെ കോംപ്ലിക്കേഷൻ വരില്ല. അതെ, അതായത് എനിക്ക് മെയിൻ പ്രശ്നം വന്നത് ഞാൻ ഒരു ലൈവ് പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഫങ്ഷനാലിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്തു പോയി, സ്റ്റക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു പോയി. അതെ പക്ഷെ ഫൈനലി പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും സ്ട്രക്ചേർഡ് അല്ല, ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലാന്ന് തോന്നി. അപ്പോൾ അതന്നെ. അത് പുതുക്കി പണിയേണ്ടി വന്നു ആ പ്രൊജക്ട്. റിവാമ്പ് ചെയ്തിട്ടാണ്. ഓഹോ. അങ്ങനെ മെയിനായിട്ട് ആർക്കിടെക്ചറും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. അതാണ് ഇതിന് കിട്ടുന്ന, നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ആർക്കിടെക്ചേർഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ നല്ല പണി കിട്ടും എന്നാണ് അർത്ഥം. അതെ അതെ. നമ്മൾ വീണ്ടും റിവാമ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ആർക്കിടെക്ചറിന് അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ആ അത് പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഇത് പഠിച്ചുകൊണ്ട് പിന്നെ ഇനി എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ആദ്യം ആർക്കിടെക്ചർ നോക്കിയിട്ട് ചെയ്യുള്ളൂ ഇനി. അതൊരു എക്സ്പീരിയൻസ്. അതെ ചിലത് അങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും ചിലത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നത് രണ്ടാണ് കേട്ടോ ചില കാര്യങ്ങൾ. അതെ അതെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആർക്കിടെക്ചറിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് പറയണത്. നമ്മൾ ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇതെന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന്. കാരണം അവർ ചെറിയ ചെറിയ പ്രോജക്ട്സാണ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അതെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അത് കുറ്റക്കാരാന്നല്ല അർത്ഥം, അങ്ങനെ ഉദ്ദേശിക്കണ്ട. എല്ലാവരും ഫ്രഷറായിട്ട് തന്നെയാണ് ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് തലയിൽ കയറൂലായിരുന്നു എന്താണ് ആർക്കിടെക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. പക്ഷെ ഒരു ഹ്യൂജ് പ്രൊജക്റ്റിന് കയറുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ആ സമയത്താണ് നമുക്ക് അറിയാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ആർക്കിടെക്ചർ ചെയ്യണം, എന്തുകൊണ്ടാണ് ആർക്കിടെക്ചർ ചെയ്യേണ്ട ആവശ്യം എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്താണ് മനസ്സിലാവുക. അതെ അതെ. പ്രത്യേകിച്ച് ഒരു എക്സ്പാൻഡബിലിറ്റി കൂടിയുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ എക്സ്പാൻഷൻ കൂടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ പ്രത്യേകം ആർക്കിടെക്ചർ എന്തായിരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതെ അതെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. അന്ന് മെയിനായിട്ട് ഈ ആർക്കിടെക്ചർ ചെയ്യാത്തതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നതെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ഇവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് വന്നെന്ന്, കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ്. അതായത് ഞാൻ കേറിയ ടൈമില് ഉണ്ടായിരുന്ന ഒരു ഖത്തർ പ്രൊജക്ട് ആയിരുന്നു. ഇതില് മെയിനായിട്ട് ഞാൻ ഫേസ് ചെയ്തത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് ഡെവലപ്പ് ചെയ്യുമ്പോൾ സാൻഡ് ബോക്സ് ആണല്ലോ യൂസ് ചെയ്യുക, ടെസ്റ്റ് സെർവർ ആണല്ലോ യൂസ് ചെയ്യുക. അതെ അതെ അപ്പോ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നപ്പോ എന്താ, ഇപ്പോ ലൈവ് ഇടേണ്ടി വരും ക്ലയന്റിന് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോ ബേസ് യു ആർ മറ്റേ ഓരോ എ പി ന്റെ യു ആറിലും പോയിട്ട് എ പി ന്റെ ബേസ് യു ആറിൽ ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും. അതെ ഇപ്പോ അതെ. ഗ്ലോബലി ഒന്നും യൂസ് ചെയ്തില്ല, ബേസ് യു ആറിൽ വെച്ചിട്ടില്ല. എല്ലാ എ പി കളിലും ഓരോ യു ആറിൽ ഇങ്ങനെ കോൾ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മള് ബേസ് യു ആറിൽ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ എ പി ഐസിനും പോയിട്ട് ഇത് മാറ്റി കൊടുക്കേണ്ടി വരും. ഓരോ സമയത്ത് ഈ ബേസ് യു ആർ എൽ മാറ്റി കൊടുക്കേണ്ടി വരും. ആ പക്ഷെ അങ്ങനെ. നമ്മളൊരു ആർക്കിടെക്ചേർഡ് ആണെങ്കിൽ ജസ്റ്റ് കമ്പാനി മോഡാണ് മാറ്റി കൊടുത്താൽ മതി, മൊത്തം ചേഞ്ച് ആവും, സാൻഡ് ബോക്സിലേക്ക് മാറും. യെസ് യെസ്, അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും ആ ഇപ്പൊ. സിസ്റ്റമാണ് ശരിക്കും ഒരു പ്രൊഡക്റ്റ് ബേസ് ആർക്കിടെക്ചറിൽ കീപ്പ് ചെയ്യേണ്ടത്. അതെ, അങ്ങനെ എല്ലാ ചെയ്ത പ്രൊജക്ട്സ് ഒക്കെ പൊളിച്ച് പണിതു. അതെ അതെ. നല്ല പണി എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ. ആ പണിയെടുത്ത് നല്ല എക്സ്പീരിയൻസ് അറിയും ചെയ്തു. അല്ല, സത്യം പറയുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു വർക്ക് കിട്ടുന്നത് നല്ലതാട്ടോ, മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കില്ലുണ്ടല്ലോ അത് വൈഡാവും അങ്ങനത്തെ ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ. എപ്പോഴും നമ്മൾ ഐ ടിയിൽ എപ്പോഴും നല്ല വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എത്രത്തോളം കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഏറ്റവും ഒരു കോഡ് എത്ര പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ അതല്ല, അതിൻ്റെ ഒരു ബഗ് ഫ്രീ ആയിട്ടുള്ള മാക്സിമം കോഡ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്തിട്ടുള്ള മാക്സിമം റിസൾട്ട് ഏറ്റവും പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുള്ള ഒരു കോഡ് ബേസ്, അതെ, അതിനാണ് ഇമ്പോർട്ടൻ്റ്. വർക്കിംഗ് നമുക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അതെ അതെ എങ്ങനെ എത്തിച്ചു എന്നുള്ളതിലെ കാര്യം. അതെ അതെ. അതിന് വന്ന പാത്ത് എന്താണ്, അതിൻ്റെ എക്സിക്യൂഷൻ എന്താണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ അതെ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അപ്പോൾ ആംഗുലറിൽ പഠിക്കുന്ന ആളുകളോട് അവർക്ക് എന്തെങ്കിലും പഠിക്കാൻ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ. അതില് ഇപ്പോ
November 20 അങ്ങനെ എന്തോ ആംഗുലർ 90 റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതെ. അങ്ങനെ ഞാൻ ആംഗുലർ ഡെവലപ്പർ അല്ലാത്തതുകൊണ്ട് നിങ്ങളെ പോലത്തെ ആൾക്കാർ പറയുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് അതറിയില്ലല്ലോ, ആ, അറിയാത്ത കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് നമ്മളതിൽ ആംഗുലേഴ്സിൽ ഫ്രഷേഴ്സ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയാണ് എന്തൊക്കെ അതെ അതെ. കാര്യം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഒരു ആംഗുലർ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാളെ ആംഗുലർ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്? ബേസിക്കലി ആംഗുലർ ഫ്രണ്ട് എൻഡ് ഉള്ള നിലയ്ക്ക് തന്നെ റെസ്പോൺസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അതാ നോക്കണ്ടേ. UI ഡിസൈൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് UI ഡിസൈനിങ് വരിക. അപ്പോൾ UI ഡിസൈനിങ്ങിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങിയ പ്രൊജക്റ്റിൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. റെസ്പോൺസീവ്നെസ് ടാബില്, ഐപാഡില്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ മീഡിയ ക്വയറീസും കാര്യങ്ങളൊക്കെ പക്ക പ്രോപ്പറായിട്ട് പഠിക്കുക. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പാണ് APIs. APIs ഫ്രീ APIs കിട്ടും. ഗൂഗിളിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ APIs ഉണ്ടാവും, അത് കണക്ട് ചെയ്ത് പഠിക്കുക. സാമ്പിളായിട്ട് വർക്കിംഗ് എങ്ങനെ നോക്കുക. പിന്നെ ഏഹ്, ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഫോളോ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ടൊരു ഏഹ്, ഒരു പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. സ്വന്തമായിട്ട് ചെറിയൊരു ഇ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ പോലത്തെ ഒരു സംഭവം ചെയ്യുക. ഏറ്റവും നല്ലത് ഇ കൊമേഴ്സ് ചെയ്യുന്നതാണ്, അതിൽ ഒരുപാട് അതെ, കാര്യങ്ങൾ അതിൽ തന്നെ പഠിക്കാൻ. എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. കൂപ്പണ്, ആഡ് കാർട്ട് എല്ലാം വരുന്നുണ്ട്. അതെ അതെ. ഞാനൊരു ആ ഒരു സ്ട്രക്ചർ പഠിച്ച ഇ കൊമേഴ്സ് ഐറ്റം വന്നാ പഠിച്ചത്. ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഓൾമോസ്റ്റ് അതെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കുക. കാരണം അതെ. ഇ കൊമേഴ്സിൽ മെയിനായിട്ട് APIs ആണല്ലോ. ഒരു കമ്പനീസിൽ മെയിൻ സാധനം API ആണ്, യെസ്. API റിലേറ്റഡ് ആണ്. ഓക്കെ. ഇതിലെന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് എന്തെങ്കിലും അറിവിലുണ്ടോ പറഞ്ഞെടുക്കാൻ പറ്റിയ? ആക്ച്വലി ഞാൻ എന്താ യൂട്യൂബില് ഒരു യൂട്യൂബ് ചാനൽ പേര് ഓർമ്മയില്ല. അത് അത് ഫോളോ ചെയ്തായിരുന്നു കുറച്ച്. പിന്നെ എന്താ മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടാ പഠിച്ചത്, ലൈവ് പ്രൊജക്റ്റ് ചെയ്തിട്ടാ പഠിച്ചത്. ഞാൻ ആക്ച്വലി HTML CSS മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ കയറിയിട്ടാണ് ആംഗുലർക്ക് ഒരു പുഷ് ചെയ്തത്. എന്നിട്ടൊരു ലൈവ് പ്രൊജക്റ്റ് കയ്യിൽ തരിക ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ അത് ചെയ്തിട്ടാണ് പഠിച്ചത്. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് സോൾവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടാ പഠിച്ചത്. ദാറ്റ്സ് ഇറ്റ്. ഓ, ആ ശരി. പൊതുവേ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതാണ് ഏറ്റവും എക്സ്പീരിയൻസ് ബെറ്റർ ടീച്ചർ എന്നാണല്ലോ. സോറി. പൊതുവേ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്ന പൊതുവേ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. എക്സ്പീരിയൻസ് ബെറ്റർ ടീച്ചർ എന്നാണല്ലോ. അതെ, ഞാൻ ട്യൂട്ടോറിയൽസ് കണ്ടിരുന്നിട്ടില്ല ഇതുവരെ. അതെ അതെ. അല്ല, അപ്പോൾ ചെയ്തിട്ടാ. എപ്പോഴും എപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം ട്യൂട്ടോറിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്കൊരു ഐഡിയ കിട്ടുന്നത്, ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്യൂട്ടോറിയൽസ് കാണരുതെന്നാണ്. പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഫോളോ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എപ്പോഴും ഒരു ഫ്രഷേഴ്സിനോട് പറയാനുള്ളത് ChatGPT പോലത്തെ സംഭവങ്ങൾ ഫ്രഷേഴ്സ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. അതെ അതെ. കാരണം അത് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കില്ലിനെ അത് ഇമ്പ്രൂവ് ചെയ്യൂല ശരിക്കും. ഒരു 1 or 2 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ പോലത്തെ ഉപയോഗിച്ചതിന് ശേഷം ChatGPT ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, എക്സാക്ട്ലി. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പലരും ലെഫ്റ്റ് അടിച്ച് പോകുന്നു, ഓരോ ആളുകളിലേക്ക് വരും, ഘട്ടം ഘട്ടമായിട്ട് ഓരോ ആളുകളിലേക്ക് വരും കേട്ടോ. വേറെ ഒന്നുമില്ല. പിന്നെ GPT ഇതൊക്കെ ഉള്ള കാരണം നമ്മള് സ്റ്റക്ക് ആവാൻ ചാൻസ് ഇല്ല അതെ എവിടെയും. അതെ, പെട്ടെന്ന് അതിനുള്ള അതേപോലെ സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടും, സ്റ്റക്ക് ആയിരിക്കേണ്ടി വരില്ല. അതെ അതെ അപ്പൊ തന്നെ സുഖമാണ്. അതെ അതെ. ആ, ജോബ് സീക്കിങ്ങിന് കുറച്ച് ടിപ്സ് പറയുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ ഇത് വന്നതിന് ശേഷം ഞാൻ ഫൈനലി അത് പറയാം. ഞാൻ ഉപയോഗിച്ച കുറച്ച് ഐഡിയാസ് ഉണ്ട് ജോബ് സീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ പഴയ മാനേജറുണ്ട്, ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതുമാണ്. ബസ്സിൻ്റെ പഴയ മാനേജറുമാണ് റഷീദ് ഖാൻ. റഷീദ് ഖാൻ കേൾക്കാവോ? ബസ് ക്ലിയർ ആവണില്ല കേട്ടോ.
ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ യെസ് ബ്രോ? ഓക്കെ, വേറെ അതിൽ ആരൊക്കെ ഫസ്റ്റ് ആയിട്ട് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കൈ ഇരുന്നല്ലോ. ഒരാൾ പറഞ്ഞു ഇപ്പോൾ മറ്റുള്ളവർ പോയോ? ഒന്ന് പരിചയപ്പെടുത്തോ ഷാജി? ഹലോ, പറഞ്ഞോളൂ. ഓഡിബിൾ ആണോ? ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. എൻ്റെ പേര് ഷാദില്. ഞാനിപ്പോൾ പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ. എവിടെ ഏതായിരുന്നു പഠിച്ചിരുന്നത്? പൈത്തൺ ഫുൾ സ്റ്റാക്ക് അല്ല, എങ്ങനെ കോഴ്സ് എടുത്ത് പഠിച്ചാണോ അതോ ഓൺലൈൻ പഠിച്ചാണോ അതോ എങ്ങനെ? കോഴ്സ് എടുത്തിട്ട് സെൽഫ് ലേണിംഗ് തന്നെ, മെന്റർഷിപ്പ് ഉള്ള രീതിയിൽ. അതെ അതെ. ഏതിലാണ് പഠിച്ചത്? പൈത്തൺ ജാങ്കോ റിയാക്ട്. അല്ല, എന്തായിരുന്നു ഏതായിരുന്നു ഓൺലൈൻ ചാനൽ ഏതായിരുന്നു? മാക് ബിഗ് ഇവിടെ കണ്ണൂരുള്ളത്. ഞാൻ അവിടെ കണ്ണൂരാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓഹോ ഓക്കെ. ഇപ്പോൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമോ? ഇപ്പോൾ ജോബ് ഫുൾ ടൈം തന്നെ നോക്കും, ജോബ് സെർച്ച് ചെയ്യുന്നു. അതെ അതെ. ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് വെച്ചാൽ മുമ്പ് ഏതായിരുന്നു പഠിച്ചിരുന്നത്? എൻ്റെ ക്വാളിഫിക്കേഷൻ 12th ആണ്, +2. +2 ആണല്ലേ? ഇപ്പോൾ ഏജ് ഇപ്പോൾ എത്രയായി? ഏജ് 20. 20. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു കമ്പനി ജോബ് കിട്ടുമ്പോൾ ഒരു സജഷനാണ്, IT ജോബ് കിട്ടാൻ ഡിഗ്രി ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ ജോബ് കിട്ടിയതിന് ശേഷം ഡിഗ്രി എടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ആവശ്യം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടല്ലോ. അതെ അതെ. ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ജോബിൻ്റെ കൂടെ വർക്കിംഗ് പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതെടുക്കണ ഇച്ചിരി കൂടി നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ബ്രോ ഹലോ. പറഞ്ഞോളൂ. ഈ ഡിഗ്രി എടുക്കാൻ എനിക്ക് ഡിപ്ലോമ ഉള്ളത്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 3 ഇയർ പോളിടെക്നിക്. അതെ അതെ. അപ്പൊ ഇനി ഡിഗ്രി എടുക്കണോ? റിയാസ് സാറേ, ഞാനൊന്ന് ഇടപെടട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതായത് ഇപ്പൊ ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ച ആള്? ഞാനേ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ഏകദേശം 43 വയസ്സുണ്ട്. ഞാൻ ഇതുവരെ ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല. അപ്പോ ഞാന് ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കുള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ലക്നൗ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റ് ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഞാനിപ്പോ ഓൾറെഡി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞു. ഏതാണോ പ്രോജക്റ്റ് നമ്മളെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിന്റെ പ്രോഡക്റ്റ് ആണോ? അല്ല 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 ഞാനിപ്പോ ഓൾറെഡി ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്, ലേ ബനാന എന്ന് പറയുന്നത്. അതെ അതെ. അവർക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റില് 4 സെന്റർ ഉണ്ട്, 4 ജ്യൂസ് ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊത്തം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഓണർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട്. അപ്പോ ഒരു കാര്യം കൂടി ഒരു ചോദിക്കണം, നമ്മൾ മറ്റേ മെഡിക്കലിന്റെ ആപ്പ് ഓൾറെഡി ഇംപ്ലിമെന്റഡ് അല്ലേ? ഇംപ്ലിമെന്റഡ് ആണ്. പക്ഷെ മെഡിക്കൽസിന് നമുക്ക് എന്താ വെച്ചാൽ അതിൽ ഒരുപാട് ഇഷ്യൂസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രോജക്റ്റ് നമുക്കൊന്ന് റീവാമ്പ് ചെയ്താലോ? നിങ്ങളൊന്ന് ഫ്രീ ഉള്ള ടൈമിൽ ഒന്ന് കണക്ട് ചെയ്യും. ഓക്കെ, അത് കണക്ട് ചെയ്യാം. പക്ഷെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം ഡോക്ടേഴ്സ് ഒന്നും അതിന് വില്ലിങ് അല്ല. കാരണം അവരുടെ ബുക്കിംഗ് ഒന്നും മറ്റുള്ളവർ കാണാൻ അവർക്ക് എന്തില്ല, ടാക്സിന്റെയും കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ടേ. അതല്ല, അത് നമുക്കൊന്ന് റിവാമ്പ് ചെയ്യാൻ അതിൽ കുറച്ചും കൂടി ഐഡിയാസ് ഇന്ത്യൻ ഭാഗത്തുനിന്ന് ഇൻക്ലൂഡ് ചെയ്തുതരാം. ആയിക്കോട്ടെ, ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാം. ആയിക്കോട്ടെ, നമുക്ക് അപ്പൊ ഇന്നോവേഷൻ എന്തെങ്കിലും ചെയ്യാന്നുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാലോ. തീർച്ചയായും നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നോ ഇഷ്യൂ. നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പുള്ളി ചോദിച്ചത് ഡിപ്ലോമ മതി, എന്തെങ്കിലും ഒന്ന് കാണിക്കാനുള്ള ഒരു സംഭവം മതി. പക്ഷെ ഡിപ്ലോമയും ഡിഗ്രിക്കും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ മനസ്സിലായി. ഞാൻ പിന്നെ മറ്റേ ബ്രോ ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാ. അല്ല, ഡിഗ്രി നമുക്കതെന്താ, ചില കമ്പനികൾ ഇപ്പൊ ഗൂഗിളൊന്നും ഡിഗ്രി ചോദിക്കുന്നേ ഇല്ല. പക്ഷെ നമ്മളെ ഇന്ത്യൻ കമ്പനീസ് ഉണ്ടല്ലോ, ഫസ്റ്റ് നമുക്ക് ഗൂഗിളിൽ എത്താൻ കഴിയില്ല. അപ്പൊ റിയാസ് സാറ് പറഞ്ഞ എന്താ വെച്ചാല് ഇപ്പൊ ഇന്ത്യൻ കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി
ഇപ്പൊ TCS ഡിഗ്രി ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇൻഫോസിസ് ഡിഗ്രി ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു MNC കമ്പനിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എന്ത് വേണം? ഡിഗ്രി മസ്റ്റാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഡിപ്ലോമ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 വർഷം എക്സ്പീരിയൻസ് 10+ എക്സ്പീരിയൻസ് കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ഇന്ത്യൻ കമ്പനീസും ചോദിക്കൂല. 10 വർഷത്തേക്കൊന്നും വേണ്ട, 4 വർഷം എക്സ്പീരിയൻസ് മതി. അല്ല, ഞാൻ ഗൂഗിളിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 4 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ 4 ഇയർ എക്സ്പീരിയൻസ്, ഇങ്ങനെയാണ് അവർ പറയണത്. അതെ, കാരണം എന്താ പറയാ, ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോ റീസെന്റ് ഇൻഫോസിസിന്റെ ഒരു ഇന്റർവ്യൂ വന്നു, ജസ്റ്റ് ഒരു 3 ആഴ്ച മുന്നേ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോ. അപ്പൊ എന്താ വെച്ചാല് നമ്മള് പിന്നെ അതില് അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ളതാണ് കാരണം. അപ്പൊ അവരെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഡിഗ്രി നിർബന്ധമാണ്. പക്ഷെ അവര് നമ്മുടെ എക്സ്പീരിയൻസ് കാണിച്ചിട്ട്, അപ്പൊ അവർക്ക് ഡിഗ്രി അത് അവിടെ ഒരു വിഷയമായിട്ട് അവര് കാണിച്ചില്ല. എക്സ്പീരിയൻസ് ഓക്കെ എന്ന് പറഞ്ഞു, 10+ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, റിയാസ് സാറേ കംപ്ലീറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, കേൾക്കാമോ? ഇത് പിന്നെ ഷാജിൽ ബ്രോ പറഞ്ഞില്ലല്ലോ, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഇല്ല, ഞാൻ അത്രയുള്ളൂ. ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ജോബ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സജഷനോ? നോക്കണത് ലിങ്ക്ഡിൻ ത്രൂ ആണോ അതോ? ഞാൻ അധികം കാണുന്ന എല്ലാ ജോബ് പോർട്ടൽ വഴിയും നോക്കലുണ്ട്. മെയിനായിട്ട് ഇന്ത്യയുടെ ഗ്ലാസ് ഡോറുമാണ്. അതെ അതെ. എങ്ങനെയാണ് ജോബ് നോക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യാറ് ആദ്യം? ജോബ് നോക്കുന്നതിന് ആദ്യം ഞാൻ അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അതിനകത്ത് ഇതുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അയക്കാറുള്ളൂ. അതാണ് അതിന്റെ റൈറ്റ് പാർട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെറും റിജക്ഷൻ മാത്രമായിരിക്കും. ഡിസ്ക്രിപ്ഷൻ വായിക്കുക, നമ്മളെ സ്കില്ലുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്താണോ അതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് സെലക്ഷൻ്റെ സാധ്യത ഉണ്ടാവുള്ളൂ. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, റെസ്യൂം ബെറ്റർ ആക്കുക. റെസ്യൂമിൽ കണ്ടന്റ് കൂട്ടുക. കണ്ടന്റ് മീൻസ് കൂടുതൽ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുക. പിന്നെ ഗിറ്റബിൽ കുറേ പ്രൊജക്ട്സുകൾ ചെയ്യുക, പ്രൊജക്ട്സ് ചെയ്തതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുക, അതുപോലെ കുറേ പ്രോബ്ലം സോൾവ് ചെയ്യുക. അങ്ങനെയൊക്കെ തന്നെ കമ്പനീനെ കൺവിൻസ് ചെയ്യാൻ നമുക്കൊരു സ്കില്ലാണല്ലോ പ്രധാനം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഷാജിൽ ബ്രോ? നമുക്ക് ഈ റെഫറൽ കിട്ടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്? അവിടെ നിന്നെങ്കിലും പെട്ടെന്ന് റെഫറൽ കിട്ടാൻ? റെഫറലല്ല കാര്യം. അത് വെച്ചാൽ നമ്മൾ IT ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് വരലുണ്ട്. പക്ഷെ ഒരാൾ റെഫറലിൽ കയറുകയാണെങ്കിലും അവിടെ സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്. സ്കില്ലിനാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലില്ലാതെ കുറേ റെഫറലിൽ കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവുമോ? സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് ജോബ് വേക്കൻസി തന്നത് ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്നിടത്താണ് കാര്യം. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നിടത്താണ് കാര്യം. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സാറേ ഞാനൊന്നും കേട്ടെ. പറഞ്ഞോളൂ. ആരപ്പോ ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആളാരാ? ഷാജിൽ ബ്രോ. ഷാജിൽ ബ്രോ, കാരണം നിങ്ങൾ ഓൾറെഡി പൈത്തൺ ജാങ്കോ ഫ്രെയിംവർക്കിൽ പ്രൊജക്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ജാങ്കോ വെച്ചിട്ട് ചെയ്തിന്, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കും വെച്ചിട്ട് അങ്ങനെ കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നോ ബ്രോ, അപ്പൊ നിങ്ങൾ എന്താ കാര്യം ചെയ്യേണ്ടത് അറിയാം? ഫസ്റ്റ് നിങ്ങൾ കാര്യം ചെയ്യേണ്ട എന്താ വെച്ചാൽ ഒരു 10 കോമ്പണന്റ് ഉണ്ടാക്കുക. കോമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ടെക്സ്റ്റ് പോസ്റ്റ് അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അതൊരു ജസ്റ്റ് ഒരു കോമ്പോണന്റ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ലിങ്ക്ഡിനിൽ ഇടുക. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പ് ഓവർ വരും. ആ പോപ്പ് ഓവറിൽ എന്തുണ്ടാവും? ലൈക്ക് ബട്ടൺ ഉണ്ടാവും, പിന്നെ ഒരു ലവിന്റെ ഒരു ഐക്കൺ ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഒരു സംഭവങ്ങൾ ഉണ്ടാവും. അതും ഒരു കോമ്പോണന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കുറച്ച് കോമ്പോണൻസ്, ഒരു 10 കോമ്പോണൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്തോ. എന്നിട്ട് നിങ്ങൾ ആദ്യം ലിങ്ക്ഡിനിൽ എന്ത് ചെയ്യാം?
അതിനെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് 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 എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നിങ്ങൾ ഒരു 10 പോസ്റ്റ് ചെയ്യാം ആദ്യം. ഓക്കെ 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 എന്നിട്ട് ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ A to Z എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ആ ചാനൽ നിങ്ങളുടെ ബയോഡാറ്റയിൽ ഒന്ന് ലിങ്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളൊന്ന് ഇൻഡീഡിലോ ലിങ്ക്ഡിലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളെ റിസൾട്ട് വളരെ ഒരു ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇപ്പോ ഒരു പ്രൊജക്ട് മാനേജർ നമ്മളെ ജിറ മോഡൽ ടൈപ്പ് ഒരു ആപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ഓക്കെ, ബേസിക് ആ ലെവല്. ആപ്പ് ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്കും ഇപ്പൊ ഇതിലുള്ള ഈ 4-5 ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? ഇല്ല, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിലിങ്ങനെ ഞാൻ മെസ്സേജിങ്ങിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ ലിങ്ക്ഡിനിൽ പോസ്റ്റ്. ഞാൻ പറയുന്നേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണ്ട. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങ്, അത് A to Z പഠിപ്പിക്ക്. നിങ്ങൾ A to Z ഇപ്പൊ ഇതുവരെ ചെയ്തതിന്റെ കംപ്ലീറ്റ് വീഡിയോ യൂട്യൂബിൽ കൊടുക്ക്. ഒരു ചാനലാക്കിയിട്ട് ഒരു 10-20 വീഡിയോ. ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യേ, നിങ്ങളുടെ ബയോഡാറ്റയിലും നിങ്ങളുടെ ഇൻഡീഡിലും നിങ്ങളുടെ വേറെ സോഷ്യൽ മീഡിയ ലിങ്ക്ഡിലും നിങ്ങൾ കൊടുക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഷുവർ കോളുകൾ കിട്ടും. ഓക്കെ, മനസ്സിലാണ്ടോ? നിങ്ങൾ ഓൾറെഡി ചെയ്തതാണല്ലോ. ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഓരോ ഫീച്ചർ ചെയ്താല് അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡോ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും നിങ്ങളുടെ ബയോഡാറ്റയിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ എന്താ അറിയും, ആ ഇന്റർവ്യൂ അതായത് ആ കമ്പനിക്ക് നിങ്ങൾ ആ ബയോഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആൾക്ക് അറിയാൻ വേണ്ടി പറ്റും, HR അറിയാൻ വേണ്ടിട്ട് ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം, കാര്യങ്ങൾ അറിയാം എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണത്. ഓക്കെ ആണോ? മനസ്സിലാണ്ടോ? ഓക്കെ, ആ രീതിയിൽ ഫോർവേഡ് ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒരു 15 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ 16ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ ലിങ്ക്ഡിന് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്ഡിന്റെ ബയോഡാറ്റ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കോൾസ് കിട്ടും. ഷുവറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ റഷീദൊക്കെ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. മുമ്പൊരു കമ്പനിയുടെ CTO ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, ഇന്റർവ്യൂ എടുത്ത ഒരാളാണ്. അറിയാലോ, അവർ പറയുന്നതിലൊരു കാരണം ഉണ്ടാവും. എന്തൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റപ്പിന് ഇങ്ങനത്തെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഇങ്ങനത്തെ ആളുകളെ കിട്ടാന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലും PHP ഡെവലപ്പറാണ്. 10 വർഷത്തിൽ കൂടുതലായിട്ട് PHP വർക്ക് ചെയ്ത ഒരാളാണ്. കൂടാതെ ഇപ്പോൾ മേൺസ്റ്റാക്ക് ഇപ്പോൾ പൈത്തൺ ചെയ്യുന്നുണ്ടോ റഷീദ? ഫ്ലട്ടർ തുടങ്ങിയിട്ടുണ്ട് നമ്മള്. അതെ അതെ, വേറെ ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ പൈത്തണോ അങ്ങനെ ഏതെങ്കിലും? ഇല്ല, ഇലക്ട്രോൺ JS ആണ്. കാരണം നമുക്കിപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഇപ്പൊ നമ്മളുടെ കംപ്ലീറ്റ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് അക്കൗണ്ട്സ്. അപ്പൊ എക്സൽ ഷീറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ ഇലക്ട്രോൺ JS ആണ് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സഞ്ജയ് ബ്രോ എന്തോ ഡൗട്ട് ചോദിച്ചല്ലോ? ഞാനല്ല, ശരിക്കാണ് എന്റെ ചോദ്യം. 10 വർഷമായിട്ട് PHP വർക്ക് ചെയ്യുന്നത് വന്നല്ലോ. അപ്പൊ എന്റെ ജൂനിയേഴ്സ് കുറച്ച് ആൾക്കാണ്. അപ്പൊ അവര് ചോദിച്ചു ഈ PHPന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്? കാരണം ഓൾറെഡി പണ്ട് മുതലേ ഉള്ള ഇതല്ലേ. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇപ്പൊ ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, ഞാൻ 10 വർഷമായിട്ട് എനിക്ക് PHPയിൽ എക്സ്പീരിയൻസ് അല്ല. ഞാൻ Node.js, എനിക്ക് PHPയിൽ ഞാൻ 2010 മുതൽ 2014 വരെ ജോലി ചെയ്തിട്ടുള്ളൂ PHPയിൽ. അതിന് ശേഷം നമ്മൾ എന്താണ്, എനിക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഫീൽഡ് ജാവാസ്ക്രിപ്റ്റിലേക്ക് മാറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കറന്റ് പ്രൊജക്റ്റുകളൊക്കെ വരുന്നത് Node.js, പൈത്തൺ ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ്. കാരണം ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടാണ് എല്ലാ കമ്പനികളും പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും AI യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ AIക്ക് ജാവാസ്ക്രിപ്റ്റ് വേണം, പൈത്തൺ വേണം. PHPയിൽ എന്താണ്, അത് അത്ര കണ്ടാണ്ട് പോസിബിൾ അല്ല. അപ്പൊ PHPയിലുള്ള ജോലി സാധ്യത എന്ന് പറയുന്നത് മുന്നേ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, ബാങ്കിങ് പ്രൊജക്റ്റുകൾ ഉണ്ട്. ഇപ്പോ ഫേസ്ബുക്ക് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് കാണുന്ന .php ആയിരിക്കും. ഓക്കെ,
അപ്പൊ പഴയകാല പ്രൊജക്ടുകളിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത് PSP ഡെവലപ്പേഴ്സ് അതിൽ അവർ വിളിക്കുള്ളൂ. ആ PSP ഡെവലപ്പേഴ്സിൽ വിളിക്കുന്ന സമയത്ത് തന്നെ പണ്ട് ഞാനൊക്കെ ചെയ്തത് കോർഡിനേറ്റർ ആണ്. ഇപ്പൊ ലാറവൽ പോലുള്ള ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുള്ള ഫ്രെയിംവർക്കുകളാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോ ജോലി സാധ്യതകൾ ഇല്ല എന്നല്ല, ജോലി സാധ്യതകൾ ഉണ്ട്. പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ടുകളുടെ അപ്ഡേഷൻസ് ആണ് വരുന്നത്. പിന്നെന്താ വെച്ചാൽ ഈ ബാങ്കിങ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ അധികം ആപ്ലിക്കേഷൻസ് അധികം ചെയ്തിരിക്കുന്നത് PHP-യിലാണ്. അപ്പോ അതിന്റെ ഇപ്പൊ ഞാനൊരു പുതിയ ഒരു എന്താണ് നമ്മളെ പേയ്മെന്റിന്റെ സംഭവങ്ങൾ, ഏതൊക്കെ പേയ്മെന്റ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത്, ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു ഗൂഗിൾ പേ പേയ്മെന്റ് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ കമ്പനി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനി, ഇപ്പൊ SBI യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു അറിവ് പ്രകാരം ASP.NET ആണ്, വേറെ ബാങ്കുകൾ യൂസ് ചെയ്യുന്നത് PHP ആണ്. അപ്പോ ആ PHP-യിലേക്കുള്ള ഒരു എന്താണ് API കോളാണ് പോകുന്നത്. അപ്പൊ ആ PHP-യിൽ നമുക്കറിയണം, മനസ്സിലാണ്ടോ? അപ്പൊ നമ്മളൊരു പുതിയൊരു സ്ഥാനം നമ്മൾ ചെയ്യുമ്പോ അപ്പൊ അവിടെ എന്ത് വരും, PHP-ക്കുള്ള വേക്കൻസീസ് വരും, മനസ്സിലാണ്ടോ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യുന്നത് ഇപ്പൊ എന്തിനാണ്, Node.js, Django അങ്ങനെയുള്ള ഫ്രെയിംവർക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഓൾറെഡി കഴിഞ്ഞു പോയ ഇപ്പൊ നമ്മളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ആ കാലഘട്ടത്തിൽ ASP-യും PHP-യാണ് പോപ്പുലർ. ആ സംഭവത്തിൽ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, അതിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ PHP ഡെവലപ്പർ വിത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രെയിംവർക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ കമ്പനിക്ക് ആവശ്യമുണ്ട്. അവര് ആ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട നമുക്ക് എന്താണ് നല്ല പാക്കേജിലുള്ള ഒരു സാലറി കിട്ടാം. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ ആണോ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് പൈത്തോൺ അതേമാതിരി ജാവാസ്ക്രിപ്റ്റ്, ഫ്ലട്ടർ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുകയാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിലൊക്കെ പുറമെ എന്ത് ചെയ്യണം അറിയാം, നിങ്ങൾ ആ ഏത് ടെക്നോളജി ആണോ ബാക്ക് എൻഡ് പക്കയൊക്കെ, ബാക്ക് എൻഡ് മീൻസ് ഞാൻ പറയുന്നത് Node.js അങ്ങനെയുള്ള സാധനങ്ങളല്ല, ഡാറ്റാബേസ് ഉണ്ടല്ലോ, MySQL ആണെങ്കിലും MongoDB ആണെങ്കിലും അതിന്റെ ഡാറ്റാബേസ് നിങ്ങൾ ബാക്ക് എൻഡ് ആണെങ്കിലും ഫ്രണ്ട് എൻഡ് ആണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു അവഗാഹം നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ശരിക്കും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അതാണ് എനിക്കതിൽ പറയാനുള്ള ഒരു സംഭവം. ഓക്കെ, ബ്രോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഹലോ, വെബ് റിലേറ്റഡ് ആണ്. അതായത് ഇപ്പോ ഫേസ്ബുക്ക് അതേപോലെ ഇപ്പോ നമ്മളെ ഫ്രഷ് ടു ഹോം അതേപോലുള്ള സൈറ്റൊക്കെ ഉണ്ടല്ലോ, അവര് മൊബൈലിൽ നിന്ന് റിക്വസ്റ്റ് പോകുമ്പോൾ വേറെ സൈറ്റും അതേപോലെ ഡെസ്ക് ടോപ്പിൽ നിന്ന് റിക്വസ്റ്റ് പോകുമ്പോൾ അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈറ്റാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയ കോളേജ് ആ സിസ്റ്റത്തിലുള്ള സൈറ്റ് തന്നെ റെസ്പോൺസീവ് ആക്കിയിട്ട് കൊണ്ടുവരില്ല ചെയ്യുന്നത്. മൊബൈലിൽ നിന്ന് റിക്വസ്റ്റ് പോകുമ്പോൾ വേറെ തന്നെ സൈറ്റ് ലോഡ് ചെയ്യുക ചെയ്യുന്നത്. അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് അറിയോ? അത് മൈക്രോ സർവീസ് ആണ്. കാരണം ഓരോ മൈക്രോ സർവീസും നമ്മൾ ഓരോ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഓതന്റിക്കേഷൻ ചെയ്യുന്നത് ചിലപ്പം പൈതൺ വെച്ചിട്ടാണെങ്കിൽ, PHP വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോ ഫേസ്ബുക്കിന്റെ തന്നെ വേറെ എന്തെങ്കിലും അനലറ്റിക്സ് അത് ചെയ്യുന്നത് പൈതൺ വെച്ചിട്ടായിരിക്കും, മനസ്സിലുണ്ടോ? അപ്പൊ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, മൈക്രോ സർവീസും മോണോലിതിക്കും മൈക്രോ സർവീസും രണ്ട് രീതിയിലാണ്. മോണോലിതിക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ പഴയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ് മോണോലിതിക്. മൈക്രോ സർവീസ് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയൊരു ടെക്നോളജിയാണ്. ആ മൈക്രോ സർവീസിന് ഓരോ മൈക്രോ സർവീസിനും ഓരോ ഡാറ്റാബേസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ഒരു മൈക്രോ സർവീസ് ആണെങ്കിൽ ആ ഇതിന് ഒരു ഡാറ്റാബേസ് ആയിരിക്കും. നിങ്ങളുടെ പോസ്റ്റുകൾ ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് പോസ്റ്റ് ആയിരിക്കും, മനസ്സിലുണ്ടോ? അപ്പോ മൈക്രോ സർവീസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവും എന്നുള്ളതാണ്. അതൊരു മൈക്രോ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോ
മൈക്രോ സർവീസിനെ കുറിച്ചിട്ടൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ ഫൈൻ. പിന്നെ മൈക്രോ സർവീസ് അത്ര ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നല്ല കേട്ടോ, വളരെ ഈസിയാണ്. യുഡമിന്ന് നമുക്ക് ജസ്റ്റ് ഒരു 399 കോഴ്സ് എടുത്ത് പർച്ചേസ് ചെയ്തിട്ട് മൈക്രോ സർവീസ് പഠിക്കാം, വളരെ ഈസിയാണ്. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് അങ്ങനെ ഒരു പ്രൊജക്ട്, അതായത് സിസ്റ്റത്തേക്ക് വേറെ കാണിക്കണം, മൊബൈലിലേക്ക് വേറെ കാണിക്കണം, മീഡിയ വെച്ചിട്ട് റെസ്പോൺസീവ് ആക്കി എടുക്കാണ്ട് റിക്വസ്റ്റ് പോണതിനനുസരിച്ചിട്ട് കാണിക്കണം. റിക്വസ്റ്റ് പോകാതെ എങ്ങനെയാണ് നിങ്ങൾ അപ്പൊ പറയണത്? ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊജക്ടിന്റെ സ്ട്രക്ചർ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ നമുക്ക് അതിൽ മൈക്രോ സർവീസ് വേണമെന്നൊന്നുമില്ല. മൊബൈലിൽ നിന്ന് പോകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറഞ്ഞാണ് എങ്ങനെയാണ് ഒന്നുകൂടി പറയൂ. അത് അതായത് മൊബൈലിൽ നിന്ന് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണമായിട്ട് ചെയ്തല്ലോ, മൊബൈലിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആംഗുലറിൽ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ സിസ്റ്റത്തേക്ക് വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് ലോഗിൻ സമയത്ത് തന്നെ നമ്മളുടെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ എടുക്കും, സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് എടുക്കും യൂസർ ലോഗ് ചെയ്യുന്ന സമയത്ത് തന്നെ. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സോഷ്യോമി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 വർഷം യുപിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, അപ്പൊ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ സോഷ്യോമി. അപ്പൊ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ സിസ്റ്റം റിക്വയർമെന്റ് എടുക്കും. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഏതാണോ, ഇപ്പൊ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ, നിങ്ങൾ മറ്റേ ആപ്പിളിന്റെ വെർഷൻ ആണെങ്കിൽ അത് സിസ്റ്റത്തിൽ നിന്നാണോ നിങ്ങൾ ലോഡ് ചെയ്യുന്നത്, ആ കംപ്ലീറ്റ് റിക്വയർമെന്റ്സ് നമ്മൾ എടുക്കും നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡാറ്റ തരുന്നതും അങ്ങനെയാണ്, അതായത് API കോളിന്ന് ഡാറ്റ കൊടുക്കുന്നതും അങ്ങനെ ആ രീതിയിലായിരിക്കും. പക്ഷെ അതിൽ മൈക്രോ സർവീസും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ തീരുമാനിക്കും. ഞാനൊരു മൊബൈലിൽ നിന്നാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ എന്റെ മൊബൈലിന്റെ OSന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തിട്ട് നമ്മളെ ഡാറ്റാബേസിൽ ഇടും. ആ ഡാറ്റാബേസിൽ മൊബൈൽ ഡിവൈസിനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മൾ കൊടുക്കും. കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം എല്ലാം തോന്നുന്നുണ്ട്, റിസർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. കോംപ്ലിക്കേറ്റഡ് അല്ല, നമ്മൾ ആര് ലോഗിൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ആക്സസ് ചെയ്യാലോ. ഏതാണ് മൊബൈൽ, ഏതാണ് ഡിവൈസ്, ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നമുക്കറിയാലോ. അത് ഡാറ്റാബേസിൽ കൊടുക്കണം. മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മറിച്ചതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് റിയാക്ട് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ ആണോ? ബ്രോ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇതുവരെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഡിജിറ്റൽ ബ്രെയിൻ വീഡിയോ എന്ന് അറിയുന്നതായിരുന്നു നമ്മളെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ, ഒരു ന്യൂജൻ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ 2 വർഷം ലക്നൌവിലാണ് കമ്പനി. അതിനുശേഷം ഞാനും റിയാസാറും മഞ്ചേരിയിലെ ഒരു ദുബായ് ബേസ്ഡ് കമ്പനി, ആഡം ടെക്നോളജീസ് എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിയാസാറ് എങ്ങോട്ട് മാറി, മറ്റേ അതിലേക്ക് മാറിയില്ലേ? എന്താണ് ആ കമ്പനിയുടെ പേര്? റിയാസാർ കമ്പനിയുടെ പേരെന്താ? യുഗോടെക്. അതിനുശേഷം ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞു. ഓൾറെഡി വേറൊരു പ്രൊഡക്റ്റ് കൊണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമുക്കൊരു ട്രെയിനിങ് സെന്റർ നമ്മൾ എന്താണ് അതിന്റെ ഒപ്പം ഓൾറെഡി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. റിയാസ് സർ, നിങ്ങളെ കമ്പനിയിൽ ഇപ്പോ ഫ്രഷേഴ്സിനൊക്കെ ഹയറിങ് നടക്കുന്നുണ്ടോ? ഒരു കമ്പനിയിലും ഫ്രഷേഴ്സിന്റെ റിക്വയർമെന്റ് ഈ കണ്ടീഷനിൽ നടക്കില്ല എന്നുള്ളതാണ് റിയാസ് സാറോട് ചോദ്യം. പ്ലീസ് സോറി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മൊത്തത്തിലുള്ള ഒരു ജോബ് വേക്കൻസീസ് മൊത്തത്തിൽ ഒന്ന് ഡള്ളാണ്. അപ്പൊ ആരും പുതിയതായിട്ട് ഒന്നും ഹയർ ചെയ്യുന്നില്ല. ഒരു 2-3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു അക്കാഡമിക് ഇയർ ആവുമല്ലോ, ഒരു മാർച്ച് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഹയറിങ് നടക്കും. അതുവരെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഷാർപ്പൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് വരാനുണ്ട്. ഇനി റിയാസ് സാറിന്റെ കമ്പനിയിൽ എങ്ങനെയൊന്നും എനിക്കറിയില്ല, കാരണം കമ്പനി റിലേറ്റഡ് അല്ല ഇപ്പൊ ഞാൻ.
അപ്പൊ അതിന് മറുപടി റിയാസ് സാറിനെ പറയലാണ് അതിന്റെ ഒരു അത് റഷീദ് സാറ് പറഞ്ഞതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ഏകദേശം ഫിനാൻഷ്യൽ ഇയർ അടുക്കുന്ന സമയം വരുന്ന സമയത്ത് പൊതുവെ കമ്പനീസൊക്കെ എന്താ ഹയറിംഗ് ഒന്ന് റെഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കമ്പനീസിലത്തെ എംപ്ലോയീസ് മാറിപ്പോണ സമയത്താണ് പിന്നെ ഹയറിങ് ഈ സമയത്തൊക്കെ നടക്കുക. കാരണം എംപ്ലോയീസ് മാറിപ്പോണ സമയത്ത് പുതിയൊരു എംപ്ലോയി ആ പ്ലേസ് ക്ലിയർ ചെയ്യാൻ വേണം. ഫ്രഷേഴ്സിൻ്റെതല്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം പറയണം. അവിടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഈ സമയത്തൊക്കെ ഹയറിങ് നടക്കാറുള്ളത്. പക്ഷെ ചില കമ്പനീസ് ഉണ്ട് ഫ്രഷേഴ്സിനൊക്കെ ഹയർ ചെയ്യുന്ന സമയം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിലും ഗൂഗിള് ഈ പിന്നെ ഫേസ്ബുക്ക് പോലത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ പോലും അവിടെ സ്കില്ലിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതാണ് കമ്പനിയുടെ ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നത്. അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ സ്കില്ലാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അത് കമ്പനീസിൻ്റെ സൈറ്റിൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ വരുന്നതാണെങ്കിൽ കൊടുക്കാൻ ഗ്രൂപ്പിൽ വാക്കൻസീസ് ഉണ്ടെങ്കിൽ അറിയിക്കാറുമുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ സമയത്ത് കിട്ടൂല എന്നല്ല പറഞ്ഞത്. നമ്മൾ പൊതുവെ ഇന്ത്യൻ മാർക്കറ്റ്, പ്രത്യേകിച്ച് കേരളത്തിലെ മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ഡള്ളാണ്. പക്ഷെ കിട്ടും, സെർച്ച് ചെയ്താൽ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കൂല എന്തായാലും. കാരണം ഈ എല്ലാ കാലത്തും ഫ്രഷേഴ്സിന് എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ഒരു കമ്പനി ഫ്രഷേഴ്സിന് എടുക്കാതിരിക്കില്ല. അങ്ങനെ എടുക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫ്രഷേഴ്സിനാണ് ഈ എക്സ്പീരിയൻസ് ആവണത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ പൊതുവെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ഉണ്ടാവും. അതിൻ്റെ കൂടുതൽ പാർട്ടായിട്ട് ഫ്രഷേഴ്സിനെടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു മെച്യൂർഡ് കമ്പനി. യെസ്, കാരണം എന്താ അറിയോ, അപ്പൊ റിയാസ് സാറ് പറഞ്ഞതിലുള്ള ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, കമ്പനി എപ്പോഴും കോസ്റ്റ് കുറക്കാനാണ് നോക്കുക. സോഫ്റ്റ്വെയറിന്റെ ഒരു കോട്ട് ചെയ്ത റേറ്റ് ഉണ്ടാവും. ആ കോട്ട് ചെയ്ത റേറ്റിൽ നിന്ന് കോസ്റ്റ് കുറക്കാനാണ് പരമാവധി നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ജോലി ചിലപ്പം പോകും. അവിടെ പകരക്കാരായിട്ട് വരുന്നത് ഫ്രഷേഴ്സാണ്. മനസ്സിലുണ്ടോ? അപ്പൊ ഫ്രഷേഴ്സിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഫ്രഷേഴ്സിന് അങ്ങനെ ഉണ്ട് ഈ കോസ്റ്റ് കുറക്കുന്ന സമയത്ത്. അവിടെ നമുക്ക് ആ ഒരു പിടുത്തം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഒരു യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ഒക്കെ ഒന്ന് പബ്ലിക്കിന് കൊടുത്ത് എ ടു സെറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ മതി. അതായത് HR-ന് മനസ്സിലാകണം നിങ്ങളുടെ ബയോഡാറ്റകൾക്ക് അപ്പുറം. ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ എല്ലാവർക്കും അടിപൊളി ബയോഡാറ്റ ഉണ്ട്, ChatGPT ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, കോപ്പി ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഇപ്പോ HR-കളൊക്കെ നമ്മൾ കൺവിൻസ് ആക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം. അത് കൺവിൻസ് നിങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും സുഗമമായ ഒരു വഴി യൂട്യൂബിൽ ഒരു ചാനലിൽ നിങ്ങൾ ചെയ്ത പ്രൊജക്ടിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ട് A to Z കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. HR അത് കാണാൻ ഇൻട്രസ്റ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഓക്കെയാണ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻസോ ആൻസറിങ്ങോ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് റഹീം ബ്രോ എന്തോ ഹാൻഡ് റൈസ് ചെയ്തല്ലോ. അത് ഈ ജോബിന്റെ റിലേറ്റഡ് അല്ല, ഞാൻ ടെക്നിക്കലി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി. അതായത് ഈ ഓതന്റിക്കേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്ത് വരുന്നത് JWT ആണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള എന്തെങ്കിലും ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഓതന്റിക്കേഷൻ സിസ്റ്റം ഏതെങ്കിലും ഉണ്ടോ? ഐ മീൻ ഓത്തെല്ലാം പോലെ AWSന്റെ കോഗ്നിറ്റോ എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പൊ ഉള്ള കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി അത് 2 വർഷം മുന്നേ വന്നതാണെങ്കിലും ഇപ്പൊ അത് ഒന്നും കൂടിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടിയും ബൂം ആയിട്ടുണ്ട്. AWSന്റെ കോഗ്നിറ്റോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JWTയേക്കാൾ ഏറ്റവും കൂടുതൽ എന്താണ് ഒന്നുകൂടിയും പവർഫുൾ ആണ്. പിന്നെ AWS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്യൂരിറ്റി ലെവൽ അറിയാലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫയർ ബേസിൽ ഓതന്റിക്കേഷൻ എങ്ങനെ സെയിം അതുപോലെ തന്നെയാണ് കോഗ്നിറ്റോ. അപ്പോൾ JWTയേക്കാൾ കൂടുതൽ നിങ്ങൾ ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പ്രൊഫൈലിലൊക്കെ നിങ്ങൾക്ക് കോഗ്നിറ്റോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റബിൾ ആയിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ അപ്പൊ തന്നെ ഷോ ആയി. സർവീസ് പെയ്ഡ് ആണോ ഫ്രീ ആണോ? അത് AWSന്റെ എല്ലാ സർവീസും ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 3 മാസത്തിന് ഫ്രീ തന്നെയാണ്. നിങ്ങളെ ഫ്രീ ഇപ്പൊ നമ്മള് ഇതേപോലെ സർവീസസ് യൂസ് ചെയ്യാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിപ്റ്റോഗ്രാഫിക് ആയിട്ടുള്ള ടോക്കൺസ് റേസ് ചെയ്യുന്ന പോലെ SH256 ഇല്ലേ,
അതേപോലത്തെ ടോക്കൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഓതന്റിക്കേഷൻ സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് അത് ഐ മീൻ. അത് വെബ് 3 പോയി. ഇപ്പൊ നിങ്ങളെ ഓക്കെ ക്വസ്റ്റ്യൻ വെബ് 2 നിന്ന് വെബ് 3 പോയി. ആ വെബ് 3 വരുമ്പോ മൊത്തം കോൺസെപ്റ്റുകൾ അവിടെ മാറുന്നുണ്ട്. ഓക്കെ അതേപോലെ മനസ്സിലുണ്ടോ? തന്നെ ഒരു ഓതന്റിക്കേഷൻ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ നോർമലി ഉള്ള സിസ്റ്റത്തിൽ? ഐ.ടിയിൽ പോസിബിൾ ആകാത്ത ഒരു സാധനമല്ല, ഒക്കെ പറ്റും. ഇപ്പൊ ഓൾറെഡി ഡിജിറ്റൽ കറൻസി വരെ ഇറങ്ങിയ അതാണ് ഐ.ടി. പിന്നെ അതിൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ലായികയല്ല. പക്ഷെ അതൊരു ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു സംഭവമല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തുള്ള സെക്യൂരിറ്റി ലെവലുകൾ, ഇപ്പോഴത്തുള്ള സൈബർ സെക്യൂരിറ്റി, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ പേയ്മെന്റ് ഗേറ്റ് വേസ് അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ റിസർവ് ബാങ്കിന്റെ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു ഓതന്റിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. മനസ്സിലാവുണ്ടോ? അത് ഓക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ കോഗ്നിറ്റോ പോലുള്ള അല്ലെങ്കിൽ മറ്റേ ഫൈബർ എന്താണ് മറ്റേ റിയ സാറേ, നിങ്ങളെ ഫ്ലട്ടറിന്റെ ബാക്ക് എൻഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? ഗൂഗിളിന്റെ ഫയർബേസ്. ഫയർബേസ്. യെസ്, ഫയർബേസിന്റെ ഓതന്റിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. മെയിൻ ഇതാണ്, നമ്മളൊരു ഓതന്റിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ രാജ്യത്തിന്റെ, ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ആണ്, മറ്റുള്ള രാജ്യത്തിന്റെ എന്താണെന്നുള്ളത് അറിയില്ല, അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിനെ നമ്മൾ പാലിക്കണം. അത് എല്ലാ രാജ്യത്തും അതിൻ്റെതായ കുറച്ച് നിയമങ്ങളുണ്ട്. അതിനെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സാറേ മറ്റേ AWSന്റെ സർവീസിന്റെ പേരെന്തേനും? കോഗ്നിറ്റോ കോഗ്നിറ്റോ അല്ലേ? ഓക്കെ COGNITO. ഇപ്പൊ ഓക്കെ എല്ലാരും വളരെ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. ഓക്കെ. പിന്നെ അതേപോലെ OAuth 2.0 ഇല്ലേ? ആ അതും ഇതേപോലെ തന്നെ ഫയർബേസ് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അതല്ലാണ്ട് നമുക്കിങ്ങനെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടോ? ഒക്കെ നമുക്കിങ്ങനെ കോസ്റ്റ് കുറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് OAuth ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായും അങ്ങനെ കോസ്റ്റ് കുറക്കേണ്ടതും നമ്മളുടെ ഒരു, അതായത് ഒരു ഇപ്പൊ A to Z നമ്മളൊരു കാര്യം ഒരു ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് കുറക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യതയാണ്. അപ്പോ ഫസ്റ്റ് ലെവലിൽ എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ കോസ്റ്റ് കുറച്ച് കൊടുക്കണം. കാരണം ഫസ്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പേ ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരിക്കും, സ്റ്റാർട്ടപ്പ് കമ്പനികളായിരിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, ആ രീതിയിലേക്ക് നമുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കോഗ്നിറ്റോ സജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇത് ഡൗട്ടാണ്, ഇത് എത്രത്തോളം കറക്റ്റ് ആണോന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് നമ്മളെ സാധാരണ ഇപ്പം മീഡിയം വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ഒക്കെ റെസ്പോൺസ് ഉണ്ടാവില്ലേ, നമുക്ക് നെറ്റ്വർക്ക് ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിൽ റിക്വസ്റ്റ് റെസ്പോൺസ് ആ കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ അകത്ത് റെസ്പോൺസ് കാണുമ്പോൾ അതിനകത്ത് കറക്റ്റ് ഒരു HTML ടാഗ്സ് തന്നെ ആയിട്ടാണ് റെസ്പോൺസ് തരുന്നത്. അപ്പോ അത് ഏത് API ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കാണോ? ഐ മീൻ GraphQL അല്ലെങ്കിൽ REST API കൂടി തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും? അതെനിക്ക് ചോദ്യം കറക്റ്റ് മനസ്സിലായില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൺട്രോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാ റെസ്പോൺസും കാണാൻ വേണ്ടി, റെസ്പോൺസ് മീൻസ് HTML ടാഗിന്റെ ഉള്ളിൽ തന്നെ എല്ലാ ഡാറ്റാസും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു HTML ടാഗ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ സാധാരണ ഇപ്പം APIന്റെ കേസ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും, JSON ഫോമാറ്റിലായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവും. അത് അതെ. സർവർ സൈഡ് റെൻഡറിങ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എങ്ങനെ? പേജ് SSR സർവർ സൈഡ് റെൻഡറിങ് എന്ന് പറയുന്നത്, അതായത് പേജ് സർവറിന് ലോഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് അയക്കുന്നത് കുറച്ചുകൂടി സെക്യൂർഡ് ആണ്. സാർ ആ ഫീച്ചറിന്റെ പേരെന്തേ? അതായത് SSR എന്ന് പറയുന്നത് ഹലോ, Next.js ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് വരിക. Next.js അങ്ങനെ വരികയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിൽ നമുക്ക് സർവർ സൈഡ് യൂസ് ചെയ്യാൻ പറ്റും, ക്ലയന്റ് സൈഡ് യൂസ് ചെയ്യാം, സർവർ സൈഡ് യൂസ് ചെയ്യാം. സർവർ സൈഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള മെത്തേഡ് അല്ലല്ലോ. അല്ല, അതായത് ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ റിയാക്ട് നീ ഡെവലപ്പ് ചെയ്ത റിയാക്റ്റിലാണോ? അല്ലല്ല, ഞാൻ ഇവിടെ ഫ്ലട്ടറും പിന്നെ ജാങ്കോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ അതായത് ഇപ്പൊ റിയാക്ടിന്റെ കേസിലാണ് പറഞ്ഞത്. അപ്പൊ Next.js എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയാക്ടിന്റെ മുകളിൽ ഉണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പൊ അതിന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ
സെർവർ സൈഡ് റെൻഡറിങ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിയാക്റ്റിൻ്റെതായിട്ടുള്ള കുറച്ച് ഹുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് സെർവർ സൈഡ് പേജിനകത്ത് കിട്ടൂല. അതായത് അങ്ങനെ. പേജിനെ ബാക്ക് എൻഡിൽ നിന്ന് എ പി യുടെ റെസ്പോൺസ് ആയിട്ടാണ് ഒരു ഫ്രണ്ടിലോട്ട് കാണിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഒരു പെർട്ടിക്കുലർ എ പി യുടെ ഡാറ്റ മാത്രം നമുക്ക് കാണാൻ പറ്റൂല. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു ഡൗട്ട് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഗൂഗിളിന്റെ ഒക്കെ ഇതെടുത്ത് കഴിഞ്ഞാൽ, ഓതന്റിക്കേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ കിട്ടുന്ന ആ URL നോക്കിക്കഴിഞ്ഞാൽ, ആ എൻ പോയിന്റ് നോക്കിക്കഴിഞ്ഞാല് വലിയ എൻ പോയിന്റ് ആയിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ടായത് കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവരെ കൊടുക്കണം? ഹെഡേഴ്സിന്റെ അകത്തൊരു ഞാൻ ഒരിക്കൽ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടാണ് അത് JWTന്റെ പകരം അവരത് വേറെന്തോ ഒരു ടൈപ്പ് ഓഫ് ഓതറൈസേഷൻ ഉണ്ട്. എനിക്ക് ചാറ്റ് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. നമുക്ക് അതിന്റെ ആ റിക്വസ്റ്റ് പോകുന്നതിന്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വ്യത്യസ്തമായ ഒരു ഞാൻ പേരുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. അന്വേഷിച്ചപ്പം ഹെഡറിന്റെ അകത്ത് കുറച്ചും കൂടി ഇത് കൊടുക്കലാണ്, കീ വാല്യൂസ് കീ കൊടുക്കലാണ്. വാല്യൂസ് അതിന്റെ അകത്ത് ഏതോ ഒരു കീ ആയിട്ട് ആ കീ ആണ് അവർ ഒതന്റിക്കേഷൻ ഓതറൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏതാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നമ്മൾ ഈ SaaS ആയിട്ട് സോഫ്റ്റ്വെയർ ആസ് സർവീസ് ആയിട്ട് കൊടുക്കുന്നില്ലേ, അങ്ങനത്തെ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ വേണ്ടി വരൂലേ? വേണ്ടി വരും. അത് അങ്ങനെ അത് നമുക്ക് കസ്റ്റമൈസേഷൻ. JWT വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ ഇംപ്ലിമെന്റ് അതെന്തോ ഒരു സെപ്പറേറ്റ് സിസ്റ്റം അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം ആണ്. അത് അവർക്ക് പുറത്തേക്ക് കൊടുക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇല്ലെന്ന്, അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. കറക്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലേ? കാരണം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹെഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കസ്റ്റമൈസ് ആയിട്ടുള്ള ഹെഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോർമലി API കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹെഡേഴ്സ് നമുക്ക് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ സെർവറിലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, കേൾക്കാവോ? മ്യൂട്ടായി പോയല്ലോ എല്ലാവരും. കേൾക്കാം. വേറെ ആർക്കും എന്താണ്, എനിക്കും ഒന്നിപ്പോ ഈ ഒരു സിറ്റുവേഷനിലൊന്നും ചോദിക്കാനില്ല. ഇതിലൊരു എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം 2-3 ചോദിക്കുന്നുണ്ട് റഷീഖ. ഫസൽ ഒരു ഡൗട്ട് ചോദിച്ചു. ഫസലെ ഒന്ന് പറയാൻ പറ്റുമോ വോയിസിൽ? എന്തായിരുന്നു ഡൗട്ട് എന്നത്? ടച്ച് ചെയ്യുന്നതിനെക്കാളും ബെറ്റർ വോയിസിൽ ചോദിക്കുന്നതായിരിക്കും നന്നാണ്. എല്ലാ കമ്പനിയിലും ഇംഗ്ലീഷ് മസ്റ്റ് ആണോ? ഇംഗ്ലീഷൊക്കെ ആരാ കമ്പനിയിൽ പറയണേ? ഇപ്പൊ റിയാസ് സാറേ, നിങ്ങൾ ഇംഗ്ലീഷ് കമ്പനിയിൽ പറയണില്ലല്ലോ. ഞാൻ പറയണില്ല. ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പൊതുവെ വർഷയിലുണ്ട്. ഉണ്ട്. പക്ഷെ പൊതുവെ ലാംഗ്വേജ് എല്ലാവരും മലയാളീസ് ആവണമെന്നൊന്നുമില്ല. അപ്പൊ അല്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാമല്ലോ. ചൂടുള്ള പഴം വായലൊക്കെ ഇട്ടിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ആ ലെവൽ ഇംഗ്ലീഷ് ഒന്നും. ഓക്കെ, യെസ്. ഞാനിപ്പോ UP പോയി എന്ന് പറഞ്ഞില്ല, അവിടെ ഇംഗ്ലീഷ് മസ്റ്റ് അല്ല, ഹിന്ദി ആയിരുന്നു മസ്റ്റ്. മനസ്സിലാണ്ടോ? നമ്മൾ ആ പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിപ്പോ ഇംഗ്ലീഷ് അറിഞ്ഞാലും ശരി, ഹിന്ദി അറിയില്ലെങ്കിൽ ശരി, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ശരി, ടാസ്ക് കറക്റ്റ്. ചെറിയ ഇൻപുട്ട് ഇട്ടോട്ടെ. ഇപ്പൊ ആരും ചോദിച്ചത് എനിക്കറിയില്ല. സോറി, കണ്ടിന്യൂ ചെയ്തു. കേൾക്കാല്ലോ പറയണ, കേൾക്കാല്ല. അല്ല, ഞാൻ റിയാസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിന്റെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു ഡെവലപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അത്ര വേണമെന്നില്ല. പക്ഷെ നമ്മളൊരു എക്സ്പീരിയൻസ് ലെവലോട്ട്, അതായത് നമ്മളൊരു സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ തേർഡ് ലെവലിലോട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ലയന്റിനോട് ഇന്ററാക്ഷൻസ് വരേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ റിക്വയർമെന്റ് കളക്ഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഇംഗ്ലീഷ് വേണ്ടി വരും. അപ്പോൾ നീ നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കണം എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കേസിൽ ഇംഗ്ലീഷ് കുറച്ച് വേണ്ടി വരും. അല്ലെങ്കിൽ നിനക്ക് പേഴ്സണൽ ഇംപ്രൂവ്മെന്റ്സ് കുറഞ്ഞു പോകും. ഞങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്ത മേഖലയാണ് അതൊക്കെ. അത്യാവശ്യമാണ്. അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് വരുന്നുണ്ട്. ബട്ട് ഒരു ഡെവലപ്പർ ആകാൻ ഒരിക്കലും ഒരു ഇംഗ്ലീഷിന്റെ ഒരു ആവശ്യമല്ല. ഇംഗ്ലീഷിന്റെ ആവശ്യം വരിക ഇന്റർവ്യൂ സമയത്ത്. ഇപ്പോൾ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് അക്സെപ്റ്റ് അവർ ചോദിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ മറുപടി പറയാനുള്ള ഒരു ഇംഗ്ലീഷ് ബേസിക്, അതേപോലെ നമ്മളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ള ഒരു ഇംഗ്ലീഷ് ബേസിക്, അത് മതി.
പക്ഷെ നമ്മളൊരു പ്രൊജക്ട് മാനേജറായിട്ട് ക്ലയന്റുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവിടെ റേഞ്ച് മാറി. അത്രേ ഉള്ളൂ. ഹലോ, കേൾക്കാം. ഓക്കെ, അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആ എക്സ്പീരിയൻസ് ലെവലിലുള്ള സംഭവം അതിപ്പോൾ റഷീക്ക പറയുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവും. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു വോയിസ് കൊടുത്തത്. നമുക്കറിയാം നമ്മളെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ള ഒരാളവിടെ സംസാരിക്കാൻ കിട്ടാന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? എന്തെങ്കിലുമൊക്കെ സാർ ഒരു ഡൗട്ടും കൂടി. അതായത് മൈക്രോ സർവീസിന്റെ പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ആ അകത്ത് ഓരോന്നിനും ഓരോ ഡാറ്റാബേസ് ആണോ അല്ലെങ്കിൽ സെൻട്രലായിട്ട് ഒരു ഡാറ്റാബേസ് ആണോ? അല്ല അല്ല അല്ല, ഓരോ മൈക്രോ സർവീസിനും ഡിഫറെന്റ് ഡാറ്റാബേസ് ആയിരിക്കും. അപ്പൊ ഈ ഡാറ്റാബേസ് തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? API വെച്ചിട്ട് കണക്ട് ചെയ്യ? ആ തീർച്ചയായും API വെച്ചിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ റിഡൻഡൻസി അങ്ങനത്തെ സാധനങ്ങളിൽ ഉണ്ടാവില്ലേ, നോർമലൈസേഷൻ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടി വരൂലേ? ഒന്നും കൂടി ചോദ്യം ഒന്നും കൂടി ഒന്ന് വ്യക്താക്കോ? അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ നോർമലി ചെയ്ത് വരുന്ന കൺവെൻഷനലി നോക്കുമ്പോൾ നമ്മളിപ്പോ ഒരു യൂസർ ടേബിൾ ഉണ്ടാവും. ആ യൂസർ ടേബിളിൽ നിന്ന് 1-to-1 ഫീൽഡ് എടുത്തിട്ടായിരിക്കും അവരെ പ്രൊഫൈൽ എന്നിട്ട് വേറൊരു ടേബിളിലേക്ക് കണക്ട് ചെയ്യുന്നത്. അവിടെ അങ്ങനെയായിരിക്കും എന്താ നമ്മൾ അതിന്റെ ഫീൽഡ് ചെയ്യല്. ഇല്ല, കാരണം എന്താ വെച്ചാൽ ഓരോ ഡാറ്റാബേസിലും ആ ഒരു യൂസർ ടേബിൾ നിങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ ഈ ഡാറ്റാബേസിനെ വാച്ച് ചെയ്യാൻ അവിടെ ഒരു സംഭവമുണ്ട്. അതൊരു ബിഹൈൻഡ് സീനിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. നിങ്ങളിപ്പോ ഒരു പുതിയൊരു യൂസർ അവിടെ വന്നു, പുതിയൊരു ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പുതിയ യൂസർ വന്നു. ആ യൂസറെ വാച്ച് ചെയ്യാൻ അതിൽ ഓൾറെഡി ഒരു സംവിധാനം ഉണ്ട്. ആ സംവിധാനം അത് വാച്ച് ചെയ്യുകയും മറ്റുള്ള ഡാറ്റാബേസുകൾക്ക് അത് ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു പുതിയൊരു യൂസർ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. ഞാനൊരു പച്ച മലയാളത്തിൽ പറയാണ് കേട്ടോ, ഇങ്ങനൊരു യൂസർ വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ള എല്ലാ ഡാറ്റാബേസുകൾക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ പ്രൊഫൈല് അങ്ങനത്തെ സംഭവങ്ങൾക്കെല്ലാം നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ 1-to-1 ഫീൽഡ് അങ്ങനെ റിലേഷൻസ് ഉണ്ടാവില്ലേ ടേബിൾ തമ്മിൽ, ഫോറിൻ കീ അതാണ് അങ്ങനത്തെ ഞാൻ പറഞ്ഞത്. സംഭവങ്ങൾ? ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന്റെ ID എല്ലാവർക്കും കിട്ടി, അതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കിട്ടി. ഇപ്പൊ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു ID ഉണ്ടാവും. ആ ID അയാളുടെ അക്കൗണ്ടിൽ കിട്ടി. അക്കൗണ്ടിന് എന്തായിരിക്കും, ഒരു പുതിയൊരു മൈക്രോ സർവീസ് ആയിരിക്കും. അപ്പൊ അവർക്കറിയാം ഇങ്ങനെ ഒരു അക്കൗണ്ട്, ഇങ്ങനെ ഒരു പുതിയൊരാൾ വന്നിട്ടുണ്ട്, അയാളുടെ അക്കൗണ്ടിൽ ഇത്ര പൈസയാണ്. മനസ്സിലാണ്ടോ? അപ്പൊ ഡാറ്റാബേസ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ അപ്പം വേറൊരു രീതിയിൽ തന്നെ ആയിരിക്കും അല്ലെ? ഞാനൊന്നും ഉണ്ട് ഇതോടെ. ആ ഓക്കെ, ഇവിടെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് മെസ്സേജ് ബ്രോക്കേഴ്സ് ആണ്. അതായത് സർവീസ് ടു സർവീസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് മെസ്സേജ് ബ്രോക്കേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാഫ്ക കേട്ടിട്ടുണ്ടോ? കാഫ്കയുടെ മെസ്സേജ് ബ്രോക്കേഴ്സ് ഉണ്ട്. പിന്നെ RabbitMQ, അങ്ങനെ മൾട്ടിപ്പിൾ മെസ്സേജ് ബ്രോക്കേഴ്സ് ഉണ്ട്. നമ്മൾ നോർമലി ഈ REST API ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ REST API അല്ലെങ്കിൽ സോപ്പിലാണെങ്കിൽ നമ്മൾ റിലേ ചെയ്യാറുള്ള. അപ്പോൾ കോമൺ ആയിട്ടുള്ള അപ്രോച്ചാണ് മെസ്സേജ് ബ്രോക്കേഴ്സ് യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജ് ബ്രോക്കേഴ്സ് ഒരു പബ്സബ് മോഡലാണ്. അപ്പോൾ ഇപ്പോൾ കൺസ്യൂമർ ഉണ്ടാവും, പബ്ലിഷർ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് എടുക്കുക. ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ ഒരു ഓർഡർ മാനേജ്മെന്റ് ഓർഡർ ലഭിക്കണം. അപ്പോൾ ഓർഡർ ലഭിക്കുമ്പോൾ ആ ഒരു ഓർഡേഴ്സിനും പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് രണ്ട് സർവീസ് ഉണ്ടാവും, ഓർഡർ സർവീസ് ആൻഡ് പ്രൊഡക്റ്റ് സർവീസ്. അപ്പോൾ ഈ ഓർഡർ സർവീസിലേക്ക് വന്നിട്ടുള്ള ഒരു എൻഡ് പോയിന്റ്, ഒരു APIക്ക് പ്രൊഡക്റ്റ് സർവീസിൽ നിന്നുള്ള ഒരു ഡാറ്റ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഓർഡർ സർവീസ് ഒരു ടോപ്പിക്, ഇപ്പോൾ RabbitMQന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ടോപ്പിക്, ഈ ഒരു ടോപ്പിക് പബ്ലിഷ് ചെയ്യും. ആ ടോപ്പിക് എത്തുന്നത് ഈ ഒരു കൺസ്യൂമർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസിലേക്കാവും. അവിടുന്ന് ഈ ഒരു ഇത് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് റെസ്പോൺസ് ലഭിക്കേണ്ടതുണ്ടാവും, ചിലതിന് റെസ്പോൺസ് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ റെസ്പോൺസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ റീപ്ലൈ ടു ക്യൂ എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൂടി ഇവിടെ ഉണ്ട്. ഈ റീപ്ലൈ ടു ക്യൂ എന്ന ഈ മെക്കാനിസം വഴി തിരിച്ച് എന്താണോ ആ റെസ്പോൺസ് തിരിച്ച് ആ പ്രൊഡ്യൂസറിലേക്ക് റിപ്ലൈ അയക്കും. അങ്ങനെയാണ് ഈ ഒരു ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കാഫ്കനെ പറഞ്ഞില്ലേ, ഒരു പുതിയതായിട്ടുള്ള ഒരു ഗൂഗിളിന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുള്ള GRPC. അതെ GRPC അതിപ്പോ ഒരു മൈക്രോ സർവീസിന് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്.
അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഈ ചോദ്യം ചോദിച്ച ആൾക്കാർ ഇപ്പൊ അദ്ദേഹം ഉത്തരം പറഞ്ഞല്ലോ, ആൻസർ ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾ കാഫ്കിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കും. പക്ഷെ അതിന് പകരം നിങ്ങൾ GRPC നോക്ക്. GRPC ആണ് ഇപ്പൊ ഏറ്റവും എനിക്ക് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു സംഭവമായിട്ട് തോന്നിയൊരു സാധനം GRPC കേട്ടോ. അത് ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നോക്കിക്കോ, അത് വളരെ അടിപൊളി സാധനമാണ്. എല്ലാം ഓരോ സ്പെസിഫിക് യൂസ് കേസിലാണ്. ഇപ്പൊ GRPC ആണെങ്കിൽ GRPC യൂസ് ചെയ്യേണ്ട പ്രൊജക്ടുകൾ അതിന്റെ കേസ് സിനാരിയോസ് ഉണ്ടാവും, അവിടേക്ക് GRPC പക്കാ ഫിറ്റ് ആവും. പക്ഷെ കാഫ്ക യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ലൈക്ക് എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ഊബർ ഒക്കെ കാഫ്കിന്റെ പുറത്താണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാഫ്ക യൂസ് ചെയ്യേണ്ട കേസുകളിൽ കാഫ്ക, അതുപോലെ റാബിറ്റംക്യൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാബിറ്റംക്യൂല് ഡിഫറെന്റ് എനിക്ക് പേര് മിസ്സായി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂസേജ്, ഡിഫറെന്റ് തിങ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീപ്ലൈ ടു ക്യൂ ഒക്കെ ആണെങ്കിലും അവിടെ അതിനൊരു സാധ്യതകളുണ്ട്. അതേപോലെ റെഡ്ഡിസിലുണ്ട്, പബ്സപ്പ് മെക്കാനിസം റെഡ്ഡിസിലുണ്ട്. ഇതെല്ലാം എന്താ നമ്മുടെ പ്രൊജക്ടിന്റെ യൂസ് കേസ് എന്താണോ ആ യൂസ് കേസിനനുസരിച്ചിരിക്കും എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡൗട്ട് GRPC-നെ കുറിച്ച് ഒരു മിനിറ്റ്, അതൊന്ന് ഓക്കെ പറഞ്ഞോളി. അല്ല, മറ്റേ കഫ്കന്റെ ടോപ്പിക് മാറിപ്പോകുന്ന ചോദിക്കാനാണ്. ഇപ്പൊ കഫ്ക നീ ആരും പറഞ്ഞ സമയത്ത് പറഞ്ഞില്ല നമുക്ക് റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തോ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നു, അതൊന്നും ഒന്നും കൂടി പറയാവോ? അതെ, റിപ്ലൈ ടു ക്യൂ മെക്കാനിസം. അതായത് ഇപ്പോ ഞാൻ കഫ്കയിലല്ല പറയുന്നത്. ഇപ്പൊ നമുക്ക് റാബിറ്റംക്യൂലൊക്കെ ഉണ്ട് റിപ്ലൈ ടു ക്യൂ. അത് സെയിം ക്യൂലേക്ക് ഇപ്പൊ നമുക്ക് സാധാരണ ഇവിടെ അസിൻക്രണസ് ആയിട്ടാണല്ലോ നടക്കുന്നത്. അതായത് പക്ക ഡീകപ്ലിംഗ് ആണ്. അതായത് ഇവര് പബ്ലിഷർ അതിൽ നിന്നുള്ള മെസ്സേജിനെ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതാണ് കോമൺ കേസ്. ബട്ട് നമുക്ക് അതിന്റെ റെസ്പോൺസ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. ആ പബ്ലിഷർക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടേണ്ട ഒരു സിനാരിയോ വരാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കട്ടെ പുള്ളിക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഈ റാബിറ്റംക്യൂ ഉണ്ടല്ലോ, ഈ റാബിറ്റംക്യൂ ഒക്കെ എന്താ ചെയ്യുന്ന വെച്ചാല് ഓൾറെഡി ഇപ്പൊ അതിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഡാറ്റാബേസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. മനസ്സിലാട്ടോ? അതിൽ പുതിയ ഒരു സാധനം, പുതിയൊരു ഡാറ്റ വന്നു. അപ്പൊ എന്ത് ചെയ്യും? അതൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മൂപ്പർക്ക് അത് കംപ്ലീറ്റ് ക്ലിയർ ആവും. ആക്ച്വലി ഇത് ഡാറ്റാബേസിൽ അല്ലത് സംഭവം. ഇതൊരു മെസ്സേജിങ് ബ്രോക്കേഴ്സ് ആണ്. ഇപ്പൊ റാബിറ്റംക്യൂന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പോ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് റിട്രൈ മെക്കാനിസം. അതായത് നമ്മളൊരു API ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി റിട്രൈ ചെയ്യണം. ഒരു API ഫയൽഡ് ആയാൽ നമുക്ക് മാനുവലി റിട്രൈ ചെയ്യണം. സോറി, അവിടെ നടക്കുന്ന മെക്കാനിസം എങ്ങനെ HTTPS ആയിട്ടാണ് അവിടെ ഇന്റേണൽ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല HTTPS അല്ല, നമുക്കിവിടെ AMQ പ്രോട്ടോകോൾ ആണ്. നമ്മൾ പ്രോട്ടോകോൾ തന്നെ മാറി, AMQ പ്രോട്ടോകോൾ ആണ് റാബിറ്റംക്യൂലേക്കൊക്കെ വരുന്നത്. ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു പുതിയൊരു ലോഗിൻ വരികയാണ്. ഇപ്പൊ റാബിറ്റംക്യൂ എന്താ ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ഉള്ള മൊത്തം ഒരു ഡാറ്റയെ, ഇപ്പൊ ഇതുവരെയുള്ള ഡാറ്റയെ ഒരു ഹോൾഡ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചു എന്ന് വിചാരിച്ചോ. പുതിയൊരു യൂസർ ലോഗിൻ ചെയ്തു. അപ്പൊ അതെങ്ങനെ വർക്ക് ചെയ്യാ ഒന്ന് പറഞ്ഞു. കാരണം GRPC മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ വെരി ബേസിക് ഒരു യൂസർ സൈനപ്പ് മുതലുള്ളത് പറഞ്ഞതാണ്. ഒരു യൂസറെ ഒരു സൈനപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഒതന്റിക്കേഷന്റെ എൻഡ് പോയിന്റ്, ഒതന്റിക്കേഷൻ ആണ് നടക്കുന്നത്. ഒരു സൈനപ്പ് വന്നു. ആദ്യം നമുക്ക് ഒതന്റിക്കേഷൻ സർവീസ് ഉണ്ടാവും. ഈ ഒതന്റിക്കേഷൻ സർവീസിലേക്ക് വന്നു. ആദ്യം API കോൾ വന്നു, API ഗേറ്റ്വേ വഴി ഒതന്റിക്കേഷൻ സർവീസിലേക്ക് വന്നു. അവിടെ നമുക്ക് യൂസറിന് ഒതന്റിക്കേഷന് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് സേവ് ചെയ്യണം, ഡാറ്റാബേസിൽ സേവ് ചെയ്യണം. ഈ ഒതന്റിക്കേഷന്റെ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് കോൾ പോകുന്നത് യൂസർ സർവീസ് ഉണ്ട്. അതായത് യൂസറിന്റെ മോർ ഇൻഫർമേഷൻ, മേ ബി യൂസറിന്റെ സ്റ്റേറ്റ് എവിടെയാണ്, യൂസറിന്റെ മോർ ഡീറ്റെയിൽസ്, യൂസറിന്റെ അഡ്രസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ യൂസർ ഡാറ്റാബേസ് ആണ്. അതിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ യൂസർ ഡാറ്റാബേസിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും യൂസർ സർവീസിൽ നിന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒതന്റിക്കേഷൻ സർവീസിലേക്ക് വന്നിട്ടുള്ള API കോളില് ഹലോ, വോയിസ് ബ്രേക്ക് ആയിട്ടോ? പബ്ലിഷ് ചെയ്യും.
പബ്ലിഷ് ചെയ്യും. അത് ഈ യൂസർ സർവീസ് കൺസ്യൂം ചെയ്യും. യൂസർ സർവീസ് ഇത് കൺസ്യൂം ചെയ്തിട്ട് ആ ഡാറ്റ യൂസർ സർവീസ് പ്രോസസ് ചെയ്യും. മനസ്സിലായോ? വോയിസ് ബ്രേക്ക് ആയി പോയി, ഫുള്ള് കിട്ടിയില്ല. ഓക്കെ, എനിക്കൊരു കോള് വരുന്നു. വൺ സെക്കൻഡ്, ഞാൻ ഇപ്പൊ ഡിസ്കണക്ട് ചെയ്യാൻ കോൾ. ഓക്കെ, ഇല്ല ഞാൻ റീജോയിൻ ചെയ്യില്ല, ഞാൻ ലൈനിലുണ്ട്. ആ ഫ്ലോ എവിടെ എനിക്ക് തോന്നുന്നു കോള് വന്നത് യൂസർ സർവീസിലേക്ക് എൻഡ് പോയിന്റ് എത്തിയിട്ട് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. യൂസർ സർവീസിലേക്ക് ഡാറ്റ എത്തി, ഒതന്റിക്കേഷൻ സർവീസിലേക്ക് ഡാറ്റ എത്തി. ഒതന്റിക്കേഷൻ സർവീസിൽ ഇമെയിൽ, പാസ്വേഡ് ഹാഷ് ചെയ്തതിനു ശേഷം പാസ്വേഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഒതന്റിക്കേഷൻ സർവീസിൽ സേവ് ചെയ്തു. അതിനുശേഷം പോകുന്നത് അതിനുശേഷം അതിന് അഡ്രസ്സ്, അതുപോലെ സ്റ്റേറ്റ്, അതുപോലുള്ള കുറച്ച് ഡാറ്റ എടുത്തിട്ട് ഈ ഒതന്റിക്കേഷൻ സർവീസ് യൂസർ സർവീസിലേക്ക് പബ്ലിഷ് ചെയ്തു. ഈ ഡാറ്റ ഈ പബ്ലിഷർ അതിന് ടോപ്പിക് ഉണ്ടാവും, എന്ത് ടോപ്പിക്കിലാണ് ആ ഒരു യുണീക്ക് ID ആവും ചിലപ്പോൾ. അപ്പൊ ആ ഒരു IDയിൽ ഏത് സർവീസിലേക്കാണ് പബ്ലിഷ് ചെയ്ത് ആ സർവീസ്, അതായത് ഇവിടെ നമ്മുടെ കേസിൽ യൂസർ സർവീസ്, ഈ യൂസർ സർവീസ് ഈ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റ അവിടെ ആ ടോപ്പിക്കിൽ കൺസ്യൂം ചെയ്ത ഡാറ്റ, അതിൽ ഇമെയിൽ, അഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ആ ഡീറ്റെയിൽസ് എല്ലാം കൺസ്യൂം ചെയ്ത എല്ലാ ഡാറ്റയും നമ്മൾ അവിടെ യൂസർ സർവീസിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് ബേസ് കേസ്. ഇനിയൊരു അടുത്തൊരു സിനാരിയോ എന്ന് വെച്ചാൽ ഈ യൂസർ സർവീസിലേക്ക് യൂസർ സർവീസിലേക്ക് വന്ന ഒരു കോളിന് മറ്റൊരു സർവീസിൽ നിന്ന്, ഇപ്പൊ അഡ്രസ്സിന് വേറെ സർവീസ് ഉണ്ടെന്ന് നോക്കാം. യൂസർ സർവീസിലേക്ക് വന്ന ഒരു APIക്ക് അഡ്രസ് സർവീസിൽ നിന്നുള്ള ഒരു ഡാറ്റയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈ റിപ്ലൈ ടു ക്യൂ മെക്കാനിസം, ഈ റിപ്ലൈ ടു ക്യൂവിന്റെ ആവശ്യം വരുന്നത്. അതായത് യൂസർ സർവീസിലേക്ക് വന്നിട്ടുള്ള API അഡ്രസ് സർവീസിലേക്ക്, അഡ്രസ്സിന് സർവീസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ് സർവീസിലേക്ക് ഒരു മെസ്സേജ്, അതായത് ഒരു ടോപ്പിക്, ഒരു ക്യൂ പബ്ലിഷ് ചെയ്തു. ആ ഒരു ക്യൂ ഉണ്ടാവും, ആ ക്യൂവിൽ ടോപ്പിക് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് അതിലെ റിപ്ലൈ ഈ അഡ്രസ് സർവീസ് അതിലെ റിപ്ലൈ തിരിച്ചു തരും. അവിടെയാണ് റിപ്ലൈ ക്യൂവിന്റെ ഒരു യൂസ് കേസ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഞാനൊരു നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമായിട്ട് ചോദിക്കണത്, ഇപ്പൊ നമ്മളിപ്പോ ജാവയിൽ ഒരു അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാവ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ റാബിറ്റ് MQന്റെ കോൺഫിഗറേഷൻ നമ്മൾ ആ ഒരു അപ്ലിക്കേഷനിൽ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളുടെ AWSൽ നമ്മൾ ആ ഒരു റാബിറ്റ് MQ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുമല്ലോ, അല്ലേ? അതെ, AWSന്റെ ഒരു ക്യൂ ഉണ്ട്, എന്തോ ഒരു MQ ആണ്. അപ്പൊ ആ AWSന്റെ സാധനം നമ്മൾ യൂസ് ചെയ്യില്ലെങ്കിൽ ഇവര് തമ്മിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്? അതിനാണോ നമ്മൾ? അതെ, അത് AMQP പ്രോട്ടോകോൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. AMQP പ്രോട്ടോകോൾ വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പ്രോട്ടോകോൾ മാറിയപ്പോ അവിടെ അല്ലേ? അതെ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ജാവ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിന്റെ ആ ഒരു കോൺഫിഗറേഷൻ ആപ്ലിക്കേഷന്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തു വെക്കണം റാബിറ്റ് MQന്റെ. അതെ, റാബിറ്റ് MQന്റെ പബ് സബ്, അതായത് ഒരു പബ്ലിഷ് ചെയ്യാനുള്ള ഒരു റാബിറ്റ് MQന്റെ ഒരു ക്ലാസ്. അപ്പൊ ജാവയിലാണ് പറയുന്നുണ്ടെങ്കിൽ റാബിറ്റ് MQന്റെ ഒരു ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെത്തേഡും അതുപോലെ കൺസ്യൂം ചെയ്യാനുള്ള ഒരു കൺസ്യൂമറിനുള്ള ഒരു പൊസിഷനൊക്കെ ആവശ്യം. ആ കോൺഫിഗർ ചെയ്തിട്ടുള്ള ആ ക്ലാസ് നമുക്ക് എവിടെയാണോ ഇത് പബ്ലിഷ് ചെയ്യേണ്ടത് അവിടെ റീയൂസ് ചെയ്യാം. ഒരു കാര്യം കൂടി ആയില്ല, ഇപ്പൊ നമ്മൾ റാബിറ്റ് MQ നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ റാബിറ്റ് MQ എപ്പോഴും ചെയ്യുന്നത് ആ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് ആണ് നമുക്ക് തരുന്നത്, അല്ലെ? അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്? അല്ല, ഫെച്ച് ചെയ്തിട്ടുള്ള ഡാറ്റ അതായത് നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പൊ ഫെച്ച് ചെയ്യല്ലേ. അതായത് അപ്പൊ ഓൾറെഡി എല്ലാം ഫെച്ച് ചെയ്യോ? ഓൾറെഡി റാബിറ്റ് MQന്റെ അടുത്ത് സെറ്റ് ഓഫ് ഡാറ്റാബേസ് പോകാതെ റാബിറ്റ് MQന്റെ അടുത്ത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടാവൂലേ? ഉണ്ടാവില്ല. റാബിറ്റ് MQ ഒരു ക്യൂ മാത്രല്ലേ. റാബിറ്റ് MQ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ക്യൂ ആണ്.
RabbitMQന്റെ അടുത്ത് ഉണ്ടാവുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ലോസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ, അതായത് അതിന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ക്യൂവിലുള്ള ഡാറ്റ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ആ ക്യൂവിനെ ജോബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ജോബ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഉള്ള ഡാറ്റ എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ റിട്രൈ ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള ഡാറ്റയാണ് RabbitMQ പെർസിസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് നമ്മൾ പെർസിസ്റ്റ് മെക്കാനിസം കോൺഫിഗർ ചെയ്തിട്ടുണ്ട് ശേഷം. ഓക്കെ, അപ്പൊ RabbitMQ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് പോയിട്ട് ഡാറ്റ ഫെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. RabbitMQ അല്ല പോകുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള നമ്മുടെ ഫങ്ഷൻസ്, നമ്മൾ എഴുതിയിട്ടുള്ള ഇപ്പോ നമ്മളൊരു പക്ക ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു റെപ്പോസിറ്ററി ഉണ്ടാവുമല്ലോ നമുക്ക്. ആ റെപ്പോസിറ്ററി ആണ് നമുക്ക് ചെയ്യുന്നത്. റെപ്പോസിറ്ററി ആവുമല്ലോ ഒരു ഡാറ്റാബേസ് ലെയറിൽ ഉണ്ടാവുക. ആ റെപ്പോസിറ്ററി സർവീസിന് റെപ്പോസിറ്ററിക്ക് ആ ഒരു കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. RabbitMQ ഒരു ബ്രോക്കർ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്. യെസ്, എക്സാക്ട്ലി. RabbitMQ ഒരു ബ്രോക്കർ മാത്രമായിട്ട് വർക്ക്. ഓക്കെ, അപ്പൊ RabbitMQ ഒരിക്കലും ഒരു ഡാറ്റാസിനെയും എവിടെയും ഹോൾഡ് ചെയ്ത് വെക്കണമെന്നില്ല. വെക്കുന്നില്ല എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, ഇപ്പൊ ഒരു ഇവന്റ് ഇപ്പൊ ഞാനൊരു സർവീസിലോട്ട് പാസ് ചെയ്തു. അപ്പൊ ആ പാസ് ചെയ്ത സമയത്ത് ഞാൻ ഇപ്പൊ ഒരു എ എന്നുള്ള സർവീസിൽ നിന്ന് ബി എന്നുള്ള സർവീസിലോട്ട് പാസ് ചെയ്ത്, അപ്പൊ ബി എന്നുള്ള സർവീസ് ആ സമയത്ത് ഡൗൺ ആണെങ്കിൽ ആ ഒരു ക്യൂ തന്നെ അത് കിടക്കും. അപ്പൊ അത് എന്ത് ചെയ്യും, പെർസിസ്റ്റന്റ് വോളിയം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 GB 2 GB ഒക്കെ നോർമലി കൊടുത്താൽ ആ ഒരു ഡാറ്റ ആ ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിലോട്ട് അത് മാറ്റി വെക്കും. എപ്പോഴാണോ ഈ ടാസ്ക് ക്യൂലേക്ക് ആഡ് ചെയ്തിട്ട് അതിനെ റിട്രീവ് ചെയ്യൽ മാത്രമല്ല ചെയ്യുന്നുള്ളൂ. അതെ, അതത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അത് നമ്മൾ പെർസിസ്റ്റന്റ് വോളിയം വെച്ചില്ലെങ്കിൽ നമ്മൾ EFS പോലെ തന്നെ നമ്മൾ AWSന്റെ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അതിനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പോഡ് ഡൗൺ ആയാലും ആ ഡാറ്റ പോകും. എനിക്ക് ജാവയുടെ അത്ര വലിയ നോളജ് ഇല്ല. റിയാസ് സാറാണ് ഞാൻ അറിയുന്നതിൽ വെച്ചിട്ട്. ഇത് ഞാൻ ജാവയത്ത് മാത്രം കോൺസെപ്റ്റ് അല്ല പറയുന്നത്. ഇപ്പൊ RabbitMQ നോഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്രോ സർവീസ് വർക്ക് ചെയ്തുകൊണ്ടുള്ള എനിക്കും ജാവയില് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നോഡിലാണ് ഈ മൈക്രോ സർവീസ്. നോഡിൽ നിങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ആൾക്കാരാണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ജാങ്കോയിൽ ഇംപ്ലിമെന്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാം കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് അത് നമ്മളെ എല്ലാം ചെറിയ ഡിഫറൻസ് ഉള്ളല്ലോ. റെഫറൻസ് ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യോ? ഒരു ഡോക്യുമെന്റേഷൻ അങ്ങനെ എന്തെങ്കിലും? അതാ ഞാൻ പറഞ്ഞത്, GRPCക്ക് കറക്റ്റ് ഡോക്യുമെന്റേഷനാണ്. അതെ അതെ അതെ, GRPCക്ക്. RabbitMQന് അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ എനിക്ക് കിട്ടാത്തോണ്ട്, എനിക്ക് മനസ്സിലാകാത്തോണ്ടാണ് ഞാൻ GRPCയിലേക്ക് മാറിയത്. GRPCയിൽ പെർസിസ്റ്റൻസ് അതുപോലെ റിട്രൈ മെക്കാനിസം എല്ലാം ഉണ്ടോ? മെക്കാനിസം ഇല്ല. ഇല്ലാന്നാണോ പറയണേ? അല്ല, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാ. ഉണ്ടെന്നാണ് എന്റെ, കാരണം നമ്മളൊരു പ്രൊജക്ടിന് അങ്ങനെ ചെയ്തപ്പോ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്രൈ മെക്കാനിസം ഇല്ലാണ്ടിരിക്കില്ലല്ലോ, കാരണം അങ്ങനെ ഇല്ലെങ്കിൽ ബ്രോക്കറിന്റെ എഫിഷ്യൻസി ഇല്ലാന്നല്ല അതിന്റെ അർത്ഥം. അതെ 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 അതെ, അതില്ലായിരിക്കൂല, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ. ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് റിസർച്ച് ചെയ്യട്ടെ. എന്നിട്ട് ഒന്നുകൂടി, ഞാനൊരു പ്രൊജക്റ്റ് അതിൽ ചെയ്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അടുത്ത മീറ്റിംഗ് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. നോളജ് ഷെയറിംഗ് ആണല്ലോ എല്ലാം. എല്ലാരും എന്തെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാ നല്ലതായിരുന്നു. ഓക്കെ ആയിക്കോട്ടെ. വാജിദ് ബ്രോ, താങ്ക്സ് ഫോർ ദാറ്റ് ഇൻഫോർമേഷൻ മാൻ. റെസ്പോൺസ് ഞാൻ പറഞ്ഞില്ല ഇവന്റിന്റെ. ഞാൻ ഒരു യൂസ് കേസിന് വേണ്ടി HTTPS റിക്വസ്റ്റ് സർവീസ് API കോൾ ചെയ്തിട്ടുണ്ട്. ഈ ഇതേ സംഭവം അറിയാത്തതുകൊണ്ട്. എങ്ങനെ ഉപകാരപ്പെട്ടു? അടുത്ത യൂസ് കേസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ മീറ്റപ്പ് മെയിനായിട്ട്. ആരെങ്കിലും ഇപ്പൊ ഞാൻ അവൈലബിൾ അല്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും കോൾ ചെയ്യണമെന്ന് പറയാൻ കാരണം റീസൺ ഇതാണ്. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വളരെ ചെറിയ പറയാനുണ്ടാവുക. പക്ഷെ തീർച്ചയായും ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ മറ്റേ എന്താ നമ്മള് ചർച്ച ചെയ്ത് സൂപ്പ് കീപ്പർ അല്ല, എന്താണ് നമ്മളെ GRPCക്ക് പകരം ഓക്കെ. വേറെന്തെങ്കിലും ഇപ്പൊ കിട്ടിയതാണ്. വാജിബ്രോ കുറച്ച് നോളജ് ഉള്ള ആളാന്ന് തോന്നുന്നു. മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ.
പിന്നെ ആ ഒരു മറ്റേ മൈക്രോ സർവീസ് റിഡൻഡൻസിനെ കുറിച്ച് ചോദിച്ചില്ല. ഇപ്പൊ ഡാറ്റ അതായത് യൂസേഴ്സ് ടേബിൾ എല്ലാ സർവീസിലും കീപ്പ് ചെയ്യുന്നതിനെ വെച്ച് അപ്പൊ അതിനൊരു മറുപടി പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ആർക്കിടെക്ചറിനും അതിൻ്റെതായ ഡ്രോബാക്ക് ഉണ്ട്. ഇപ്പൊ മൈക്രോ സർവീസിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. തീർച്ചയായും അതെ, അങ്ങനെയാണ് ഈ അതിനകത്ത് വരുന്ന തോന്നി. കാരണം എന്താ വെച്ചാല് സെയിം ഡാറ്റ തന്നെ റിഡൻഡന്റ് ആയിട്ട് പിന്നെ യൂസ് ചെയ്യാന്ന് പറയുമ്പോ അത് ശരിക്കും അത് എല്ലാ ആർക്കിടെക്ചറിനും അതിൻ്റെതായ ഡ്രോബാക്ക്. പക്ഷെ നമുക്ക് ഇപ്പോൾ മൈക്രോ സർവീസിന് ഒരുപാട് അല്ലാത്ത ഗുണം. ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിന്റെ ഒരു കേസ് എടുത്താൽ ഇപ്പൊ ലിങ്ക്ഡിൻ നമ്മൾ ഒറ്റ നോഡ് സർവീസിൽ ഇരുന്നതിന് പകരം നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒതന്റിക്കേഷന് പിന്നെ പോസ്റ്റിനൊരു സർവീസ് ചെയ്താൽ പിന്നെ നമ്മൾ ചാറ്റിനായിട്ട് വേറൊരു സർവീസ് ആക്കാം, നോട്ടിഫിക്കേഷനായിട്ട് വേറൊരു സർവീസ് ആക്കാം, ജോബിനായിട്ട് വേറൊരു സർവീസ് ആക്കാം. ഇതൊന്നും ശരിക്കും ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ ഒരു സർവീസ് നോട്ടിഫിക്കേഷൻ ഡൗൺ ആയാലും ബാക്കിയുള്ള എല്ലാ സർവീസുകളും അപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ മൈക്രോ സർവീസ് യൂസ് ചെയ്യുന്നത്. മൈക്രോ സർവീസിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഒരു മനസ്സിലാക്കിയിടത്തോളം ഈ ഫിൻടെക് കമ്പനികളുണ്ടല്ലോ, ഇപ്പൊ നമ്മളെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മൈക്രോ സർവീസ് ഒന്നും കൂടി സൂട്ടബിൾ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളുടെ പേയ്മെന്റ്, ഇപ്പൊ നമ്മളൊരു പേയ്മെന്റ് നടത്തി, ആ പേയ്മെന്റ് ശരിക്കും നമ്മളുടെ ബാങ്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ നോട്ടിഫിക്കേഷൻസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ നാളെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു നോട്ടും വരിക. പക്ഷെ നമ്മളുടെ അക്കൗണ്ടിൽ ആ പൈസ കയറിയതായി നമുക്ക് കാണാം. പൈസ ആ സ്പോട്ടിൽ കയറുന്നില്ല. പക്ഷെ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ മെയിൽ അയക്കുന്ന സമയത്ത് ഞാനൊരു ജോബ് പോർട്ടലിന്റെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുതിയൊരു ജോബ് ആഡ് ചെയ്യുന്ന സമയത്ത്, അഡ്മിൻ ഒരു പുതിയൊരു ജോബ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള യൂസേഴ്സ് ഏകദേശം ഒരു അറൌണ്ട് 400 യൂസേഴ്സ് അങ്ങനത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തേന്ന് അറിയില്ല, ഞാനൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിൽഡ് ചെയ്തതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 400 യൂസർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പുതിയൊരു ജോബ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ 400 യൂസേഴ്സിന് മെയിൽ പോകണം. അപ്പൊ ഇത് മെയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അസിൻക്രണസ് ആയിട്ടായിരിക്കും ചെയ്യുക. ഇപ്പം റെഡിസെല്ലം പോലത്തെ ബ്രോക്കർ വെച്ചിട്ട് വോയിസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ടാസ്ക് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ചെയ്യല്. ഇപ്പോൾ ജാങ്കോയിലാണെങ്കിൽ സെല്ലറി വെച്ചിട്ടാണ് ചെയ്യല്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ നിങ്ങൾ പറഞ്ഞ ആ ഒരു രീതി മെത്തേഡ് എന്ന് വെച്ചാല് നമ്മളെ ടാസ്ക് ഈ ബ്രോക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ടാസ്ക് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യൂ മൊത്തം എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഇങ്ങനെ ഉണ്ടാവും, ടാസ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വൈകി പോകുന്നത്. അപ്പോ ബാങ്കിന്റെ അകത്ത് ഇപ്പം നമ്മളൊരു സാലറി അല്ലെങ്കിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡെബിറ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് അതിന്റെ മെസ്സേജ് വരാൻ ലേറ്റ് ആവുന്നത് ഈ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ്. അതിന്റെ വേറൊരു ഉദാഹരണം ഉണ്ട്. അപ്പൊ നമ്മൾ ഗൂഗിളിന്റെ ഒക്കെ പേര് ഇപ്പൊ നമ്മൾ മാനേജ് അക്കൗണ്ട് കയറിയിട്ട് ഈ ഒരു ഇമെയിലിന്റെ പേര് മാറ്റുമ്പോൾ അവിടെ എഴുതി കാണിക്കും ഇത് എല്ലാ സ്ഥലത്തും അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞു. അതായത് ഗൂഗിൾ പേരും പിന്നെ ഗൂഗിൾ മീറ്റിലൊക്കെ. അതൊക്കെ നല്ല ഉത്തമ ഉദാഹരണമാണ് ഈ ഡാറ്റ സർവീസിലോട്ട് സർവീസ് ടു സർവീസ് ഇവന്റ് മെസ്സേജ് അയച്ചിട്ട് റിസീവ് ചെയ്ത് കിട്ടാനുള്ള ഒരു ഡിലേ. അതെ അതെ അതെ. പിന്നെ അതിന് വേറൊരു പോയിന്റ് വേറെന്തോ ഞാൻ മറന്നുപോയത്, ഇനി ഓർമ്മ മുമ്പ് പറയാം. വേറെന്താ, എന്തേലും പുതിയ എന്തേലും ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ കിട്ടാണ്ട് ഒരു സമയമായി. എന്തെങ്കിലും വാല്യുബിൾ ഇൻഫർമേഷൻസ് ആരെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? എനിക്കൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലും നെക്സ്റ്റ് ജെഎസിലൊക്കെ ഈ ആറ്റോമിക് ഡിസൈൻ, ആറ്റോമിക് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്? നെക്സ്റ്റ് ജെഎസിൽ ഞാനൊരു 5-6 പ്രോജക്റ്റ് ചെയ്തിരിക്കണം. പക്ഷെ ഈ എന്താണ് ഈ കോൺസെപ്റ്റ് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ ആറ്റോമിക് ഡിസൈൻ എന്ന് പറയും. ഇപ്പോ ആറ്റം, മോളിക്യൂൾ, ഓർഗാനിസം, ആ ഒരു ലെയർ ആർക്കിടെക്ചർ, അത് നെക്സ്റ്റ് ജെഎസ് ഒന്നുകൂടെ ഒന്ന് സ്ട്രക്ചർ ആയിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇത് കൂടെ ഇതാണ് ആറ്റോമിക് ഡിസൈൻ. ഇല്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോ കേൾക്കാണ്. ഞാൻ ഇപ്പൊ പ്രസന്റ്ലി ഞാനൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മളതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള ഒരു MVC ഉണ്ട്, ആ ഒരു രീതിയിലാണ് ഞാൻ പോണത്. അതെന്താണ് എന്നുള്ളതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് എനിക്ക് ഒരു പ്രൊജക്ട് ആർക്കിടെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇനീഷ്യൽ ലെവലിൽ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുമ്പോൾ ആറ്റോമിക് ഡിസൈൻ ആണ് നമ്മൾ
കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ്. കാരണം ഞാനും എത്തിയിട്ടില്ല, അഡ്വാൻസ് ലെവലിലേക്ക് എത്തിയില്ല. കാരണം അവിടെ ഇപ്പോ ഒരു ആറ്റമിലേക്ക് ഇപ്പോ ഒരു പേജ് വന്നാൽ പേജിൽ നിന്ന് ആറ്റത്തിലേക്ക് എത്താൻ ഒരുപാട് ഡ്രില്ലിങ്, പ്രോസസ് ഡ്രില്ലിങ്ങിന്റെ ഒക്കെ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ പോസിബിൾ ആക്കും, അതെങ്ങനെയാണ് അതെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേ കിട്ടാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. ഒരു ബേസിക് എന്താണ്, ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ പറഞ്ഞതാ. അതായത് ഇപ്പോ നമ്മുടെ കെമിസ്ട്രി ആണ് ബേസ് കോൺസെപ്റ്റ്. കെമിസ്ട്രിയിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇപ്പോ ആറ്റം, മോളിക്യൂൾ ലെവലിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ആറ്റം അല്ലേ. അതിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് മോളിക്യൂള്. മോളിക്യൂളിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് ഓർഗാനിസംസ് എന്ന് തോന്നുന്നു. ഞാൻ കെമിസ്ട്രിയിൽ അത്ര അഡ്വാൻസ് ഒന്നുമല്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ UI ആണ്. ഒരു UI ഏറ്റവും ചെറിയൊരു ഭാഗം, ഒരു ബട്ടണിനെ നമുക്കൊരു ആറ്റമായിട്ട് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അതിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് മോളിക്യൂൾ. മോളിക്യൂളിൽ എന്താന്ന് വെച്ചാൽ ഒന്നിലധികം ആറ്റങ്ങൾ കൂടി ചേർന്നതാണ് ഒരു മോളിക്യൂൾ. ഓക്കെ, അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ഫീൽഡ്, ഒരു ഫോമിന്റെ കേസ് പറയുകയാണെങ്കിൽ ബട്ടൺ ഒരു ആറ്റാണ്, ഒരു ഇൻപുട്ട് ഫീൽഡ് ഒരു ആറ്റാണ്. മോളിക്യൂളിലേക്ക് വരുമ്പോൾ ഒരു ഇൻപുട്ട് ഫീൽഡ് വിത്ത് ലേബൽ കൂടെ ഉണ്ടാവുമ്പോൾ അതൊരു മോളിക്യൂളായി. കാരണം ലേബല് വരുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റത്തിനും പിന്നെ അതുപോലെ ഇൻപുട്ട് ലേബൽ എന്ന് പറയുന്ന ഒരു ആറ്റം കൂടി ചേരുമ്പോഴാണ് ഒരു മോളിക്യൂൾ ക്രിയേറ്റ് ആവുന്നത്. ഇനി മോളിക്യൂളിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് ഓർഗാനിസംസ് ആകുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ എൻ്റെ ഒരു കാർഡിലാണെങ്കിൽ ആ ഒരു കാർഡ് ഒരു മോളിക്യൂളാണ്. ഇനി അതിന്റെ തൊട്ട് മുകളിലാണ് ടെംപ്ലേറ്റ്, അതായത് മൾട്ടിപ്പിൾ മോളിക്യൂൾസ് കൂടി ചേരുന്നതാണ് ഒരു ടെംപ്ലേറ്റ്. ഈ ഒരു ടെംപ്ലേറ്റോട് കൂടി നമ്മുടെ ആ ഒരു പേജ് കഴിഞ്ഞു. ആ ഒരു പേജ് ടെംപ്ലേറ്റിലെത്തി. പിന്നെ പേജിലേക്ക് വരുമ്പോൾ പേജിൽ നമ്മൾ SSRന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ഫെച്ചിങ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഈ ഡിസൈൻ സ്ട്രക്ചർ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, ഫ്ലട്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്തണോന്ന് എനിക്കറിയില്ല. ഇത് എന്താ പറയാ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലേ ഇത്? അതെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ബട്ട് അതിലേക്ക് പറ്റാൻ എത്തിയിട്ടില്ല. ഇതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ ഒരു കോമ്പോണന്റ് റീയൂസബിലിറ്റി ആണല്ലോ ഇതില് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതെ റീയൂസബിലിറ്റി ഭയങ്കര ഹൈ ആണ് ഇതിന്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സംഭവം തന്നെ കാരണം. പക്ഷെ അതിനൊരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഈ മോളിക്യൂൾ ആറ്റം ലെവലുള്ള അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. എന്താണെങ്കിലും അത് റീയൂസബിലിറ്റി, കോമ്പോണന്റ് റീയൂസബിലിറ്റി. നമ്മളൊരു കാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, ഒരു ടയർ മുതൽ അതിന്റെ ബോഡി പാർട്ട് വരെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരെയല്ലേ ചെയ്യാം. ആദ്യം അടിഭാഗം വെച്ച്, പിന്നെ അതിന്റെ മേലെ എഞ്ചിൻ വെച്ച്, പിന്നെ അതിന്റെ മേലെ ബോഡി വെച്ച്, പിന്നെ സീറ്റ് വെച്ച്, അങ്ങനെ കയറി ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയും ചെയ്യാം. അതേപോലത്തെ സ്ട്രക്ചറാണ് അറ്റോമിക്. ഇപ്പൊ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോലുള്ള ഒരു പേജ്, ആ പേജിൽ ഒരുപാട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അപ്പൊ ഈ ഒരുപാട് ടെക്സ്റ്റ് ബോക്സിനുള്ളതിന് പകരം നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഒരൊറ്റ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാ ടെക്സ്റ്റ് ബോക്സിനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അങ്ങനെയാണ്. ഒരു ഫുള്ളായിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ മെത്തേഡ് അല്ല ശരിക്കും. അത് നമ്മൾ സാധാരണ റിയാക്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ കോൺസെപ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഇത് ഓരോ ലെയർ ആയിട്ടാണ്. അതിൽ ഡാറ്റന്റെ ഫ്ലോ വേറെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫോൾഡർ സ്ട്രക്ചേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡാറ്റ ഫ്ലോ എങ്ങനെ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയുണ്ടോ? പ്രത്യേക ഇൻസ്റ്റാളേഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ്. മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലീൻ ആർക്കിടെക്ചർ, അവിടെ നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനല്ലോ. ആർക്കിടെക്ചർ അതാണല്ലോ.
അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു നോളജ് വേണം, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതിന്റെ മുന്നേ തന്നെ. അതെ അതെ അല്ലേ? അതെ അതെ. എങ്കിൽ മാത്രമേ ഇപ്പോ ബേസിക്കലി റീയൂസബിൾ കമ്പോണൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആറ്റോമിക്സ് ഉദ്ദേശിക്കുന്നു അല്ലേ? റീയൂസബിൾ കോമ്പോണൻസ് ആണ്. പിന്നെ അതിന്റെ ഡാറ്റ ഫ്ലോ കൂടെ വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക എന്നുള്ളത്. ഞാനത് ഡാറ്റ ചെയ്തിട്ടില്ല, ഫ്ലോന്റെ ഞാൻ ഇന്റഗ്രേഷനും കൂടി ചെയ്യാൻ ഉണ്ടാവുകയാണ് വേണ്ടി ഇത് കംപ്ലീറ്റ് പോകുന്നതേ ഉള്ളൂ. ആവുന്നത്. അതെ, അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ജസ്റ്റ് റീയൂസബിലിറ്റി മാത്രമല്ല, അതായത് ഡിസൈൻ ഒരിക്കലും പൊട്ടൂല. അതെ ഭയങ്കര കോമ്പാറ്റബിൾ ആയിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അത്. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അത്. ഓക്കെ ഓക്കെ ഓക്കെ, സംഭവങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോ, എങ്ങനെ ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് 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 വരുന്ന, അതേപോലെ ഇങ്ങനെ വെച്ച് വെച്ച് വരുന്ന. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പാസ് ചെയ്യുന്ന പ്രോപ്സിനുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ആ പ്രോപ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനല്ല, അല്ല, ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും ബേസിക് ലെവൽ, ഏറ്റവും ബേസിക് എന്ന് ആലോചിച്ച് അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ എടുത്ത് കാണിച്ചു കൊടുക്കലല്ലേ. അപ്പോൾ ആ ഡാറ്റ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് വരെ ഉള്ളൊരു ആർക്കിടെക്ചറിലുള്ള ഒരു രീതി, ഒരു മെത്തഡോളജി. അതായത് നമ്മളിങ്ങനെ ഓരോ UI കമ്പോണൻസ് അടുക്കി 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 ഇങ്ങനെ വെക്കുന്നതിനൊരു രീതി ഉണ്ടാവുമല്ലോ, സ്റ്റാക്ക് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ വെക്കുന്ന ഒരു രീതി. ഇപ്പൊ നമ്മൾ ഈ ടെംപ്ലേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ, അതായത് ലാസ്റ്റ് നമ്മൾ പേജിന്റെ തൊട്ട് മുന്നേ ടെംപ്ലേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഈ ടെംപ്ലേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ഡിഗോ, അതുപോലെ സ്പാന്, അത് അങ്ങനത്തെ ടാഗുകളൊന്നും നമ്മൾ യൂസ് ചെയ്യൂല. അതിനു പകരം നമ്മൾ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ആറ്റോമിക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ആറ്റംസ്, മോളിക്യൂൾസ്. അടിപൊളി, അതെനിക്കൊരു പുതിയ അറിവാണ്. ഞാൻ ഇത് കേട്ടിട്ടില്ല, കാരണം ഫ്ലട്ടറിൽ ഇതിന്റെ ഇങ്ങനെ HTML ടാഗ്സ് ഇല്ലല്ലോ. അപ്പൊ റിസർച്ച് ചെയ്തോക്കട്ടെ നാളെ സൺഡേ അല്ലേ. ബട്ട് ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് പലരും ചെയ്യുന്ന പല രീതിയിലാണ്. ഞാനിപ്പോ കുറച്ചായി ഇത് നോക്കുന്നത്. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോ പലതിലും ഡിപ്പൊക്കെ കാണാം. അപ്പൊ നമ്മളും ചെയ്ത് വരുമ്പോ ലാസ്റ്റ് അപ്പൊ ആ ഒരു ഫ്ലോ ആണ്. അതായത് ഇപ്പോ നമ്മൾ പാസ് ചെയ്യുമ്പോൾ പ്രോപ്സിൽ പാസ് ചെയ്യും, എന്ത് HTML എലമെന്റ് ആണ്. ഇപ്പൊ ഒരു പ്രോപ്പ് ഉണ്ട്, ഇപ്പൊ ഒരു ബോക്സ് ഡിബിന് പകരം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബോക്സ്, സ്റ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പോണൻസ് നമ്മൾ ആറ്റം ലെവലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോമ്പോണൻസ് ആണ് ഡിബിന് പകരം എല്ലാവരും യൂസ് ചെയ്യുക. അങ്ങനത്തെ സാധനങ്ങളിൽ ഓൾറെഡി ഉള്ള HTML തന്നെ ആയിരിക്കില്ലേ ഉണ്ടാവുക? അതെ, അതിന് ബേസ് എന്ന് പറയുന്ന HTML ആണ്, അല്ലാതെ HTML അല്ലാതെ നടക്കൂലല്ലോ. ബേസ് എന്ന് പറയുന്ന HTML തന്നെയാണ്. അത് അങ്ങനെയല്ല, നമ്മള് പുതിയ ഡിബിന് പകരം പുതിയ സംഭവം കണ്ടുപിടിക്കല്ല. ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ടൈപ്പ് സ്ക്രിപ്റ്റ് മാതിരി HTML വരുമ്പോ അതിന്റെ രീതി വേറൊരു രീതി അവലംബിക്കാതെ പ്രൊഡക്ഷൻ ലെവലിലോ അതിന്റെ ഇതിലൊന്നും അത് ബാധിക്കുന്നില്ല. ഡെവലപ്പർക്ക് ഒന്നും കൂടി ഈസി ആവാൻ വേണ്ടിട്ട്. അതെ അല്ലെ, സ്ട്രക്ചർ ആവും ഒന്നുകൂടെ. ഓക്കെ ഓക്കെ, അതായത് മനസ്സിലായി. അതൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. അതെന്തായാലും താങ്ക് യു. ഞാൻ ഫസ്റ്റ് ആയിട്ട് കേൾക്കാട്ടോ അങ്ങനെ ഒരു ടേം, ആറ്റം ലെവല്, മോളിക്യൂൾ ലെവല്, പേജ് ലെവല്, കോമ്പോണന്റ് ലെവൽ എന്നുള്ള ഒരു ഫസ്റ്റ് ടേം ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അത് ശരിക്കൊരു ഇപ്പൊ പറഞ്ഞ ആറ്റോമിക് ഡിസൈനിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊരു ഡിസൈൻ പാറ്റേൺ പോലെയാണോ വർക്ക് ചെയ്യണേ? ഇപ്പൊ ആറ്റോമിക് സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു ഡിസൈൻ പാറ്റേൺ പോലെയാണോ വർക്ക് ചെയ്യണേ? ഒരു ഡിസൈൻ പാറ്റേൺ മാത്രമാണ് എന്ന് പറയാൻ പറ്റൂല, കാരണം അവിടെ ഡാറ്റ ഫ്ലോയും കൂടെ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇതിവിടെ ഒരു ഡൗട്ട് ചോദിച്ചതാണ് കേട്ടോ, ആറ്റോമിക് ഡിസൈനിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ആറ്റോമിക് ഡിസൈനിൽ എക്സ്പെർട്ട് ഒന്നല്ല.
ഞാൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ എനിക്ക് അറിയുന്ന അറിവുകൾ ഷെയർ ചെയ്തു എന്നുള്ളത്. എത്രത്തോളം ശരിയാണോ എത്രത്തോളം കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അല്ല അത് ആ ഡിസൈൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡാറ്റയും കൂടി കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ്. അതെ, ഡാറ്റ ഫ്ലോയിലൂടെ ഡിസൈൻ വരുന്നുണ്ട്. മാത്രമല്ല. അതാണ് എനിക്ക് ഇത് മനസ്സിലാക്കിയത്. ഫ്ലട്ടറിൽ എത്രത്തോളം കമ്പാക്റ്റബിൾ ആയിരിക്കും? ഫ്ലട്ടറിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ മൈക്രോ സർവീസ് എന്നെല്ലാം പറയുന്ന പോലെ അത്രയും ഫ്ലോ ലെവലിലുള്ള ഒരു മെത്തേഡാണ്. ഇതിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ചെയ്യാറുണ്ട് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഈ കമ്പോണന്റ് ഒരു യൂസബിലിറ്റി ഉണ്ടല്ലോ. നമുക്ക് ഈ കമ്പോണൻസ് നമുക്ക് പലപ്പോഴും ഒരു ഹെവി വലിയൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ കമ്പോണൻസ് പല സ്ഥലത്തും ചെറിയ നാരോ ഡിഫറൻസിൽ ഈ ഹോൾ കമ്പോണൻസ് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെറിയ നാരോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫ്ലാഗ് ഉപയോഗിക്കും. ഇത് കാണിക്കണോ വേണ്ടയോ എന്നുള്ള ലെവലിലൊക്കെ ഫ്ലാഗൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാറുണ്ട് ഒരു കമ്പോണൻറ്റിന്. വളരെ അപ്പോൾ കോഡ് റീയൂസബിലിറ്റി കുറയാറുണ്ടോ, അല്ല കോഡിൻ്റെ ബൈലർ പ്ലേറ്റ് കോഡ് അവിടെ കുറയും, കോഡ് റീയൂസബിലിറ്റി അവിടെ കൂടും ചെയ്യും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓരോരോ കമ്പോണൻറ്റിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റിയിട്ട്. എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് ഓരോ ചെറിയ ചെറിയ കോമ്പണൻസ് ആയിട്ട് മാറ്റി മാറ്റി അങ്ങനെ ബിൽഡ് ചെയ്ത് വരുത്താന്നത്. പക്ഷെ അതിന്റെ മെത്തഡോളജി എന്താന്ന് ഇപ്പൊ വാജിദ് ബ്രോ പറഞ്ഞ പോലെ തന്നെ അതെങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ അതെന്താന്നുള്ള റെഫറൻസ് നമുക്ക് കറക്റ്റ് കിട്ടൂല. കിട്ടണമെങ്കിൽ തന്നെ അത്രയും പ്രോ ലെവലിലുള്ള ഡെവലപ്പേഴ്സിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. നമ്മളത് ഉപയോഗിക്കാറുണ്ട്. വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കമ്പോണൻസ് റീയൂസബിലിറ്റി ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു കോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻ്റെ സീനിയർ പറയുന്ന ഒരു ഡയലോഗാണ്, ആ കോഡ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത്. ആ സ്ഥലത്ത് മാത്രമാണോ, ഫ്യൂച്ചറിൽ ആ കോഡ് കൊണ്ട് വല്ല യൂസ് ഉണ്ടോ നോക്കണം. നമ്മളെപ്പോഴും കോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു പിന്നെ കമ്പോണൻറ്റ് നാളെ റീയൂസ് ആവുമോ, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് ഈ പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഫ്യൂച്ചറിലേക്ക് ഈ കോഡിന് ആവശ്യം വരുമോ എന്നുണ്ടെങ്കിൽ മാത്രം അതെന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷെയർഡായിട്ട് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ള ലെവലിലാണ് എപ്പോഴും പറയാറുള്ളത്. കോഡ് നീറ്റ് ആൻഡ് ടൈഡി ആ ലെവലിലാണ് എപ്പോഴും പറയാറുള്ളത്. പിന്നെ പെർഫോമൻസ്, ആപ്പിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കണം. പലപ്പോഴും ഈ അറ്റോമിക്കിന്റെ ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. ഈ കോൺസെപ്റ്റ് ഒരു പക്ഷേ ഞാനത് നോക്കാത്തതുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ കോൺസെപ്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കമ്പോണൻറ്റ് റീയൂസബിലിറ്റി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ അറ്റോമിക് പേരുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വർക്കൗട്ട് നമ്മൾ ചെയ്യാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയത് എത്രയൊക്കെ ഡിസ്കഷൻ വന്നപ്പോൾ. നമുക്ക് നല്ലൊരു ടേം കിട്ടിയിട്ടോ പുതിയത്, കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കണം അതെന്താ സംഭവം എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അതെ, നമുക്കൊരു മണിക്കൂർ 1.5 മണിക്കൂറായിട്ടോ. പിന്നെ റിയാസ് ബ്രോ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ റീസെന്റ് ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റിന്റെ ഇതാണ്, ഇതല്ല അറ്റോമിക് ഇതല്ല, എനിക്കൊരു വേറൊരു സംശയം. ഞാൻ ഫയർബേസിന്റെ ഡീപ് ലിങ്കിന്റെ ഒരു സാധനം ഞാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫയർബേസിന്റെ ഡിപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാനത് ബ്രാഞ്ച് ആപ്പ് ഫ്ലെയറിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എനിക്ക് ഇന്റഗ്രേഷനൊക്കെ ചെറിയ സംശയം ഉണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആപ്പ് ഫ്ലെയറോ ബ്രാഞ്ച് അയ്യോ? ചെയ്തിട്ടുണ്ടോ ഡീപ് ലിങ്കിങ് ഡീപ് ലിങ്ക് രണ്ടും വേണം. അപ്പം ഡെഫേർഡ് ഡീപ് ലിങ്കിങ്ങിലെ ഇപ്പം ഒരാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഏത് പേജ് ആണോ പോകുന്ന ആ പെർട്ടിക്കുലർ പേജിലേക്ക് പോകണം. അതും നമ്മുടെ ഫയർബേസിൽ സംഭവം ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. പക്ഷെ അവർ 2015 മുതൽ അവരത് കട്ടാക്കുന്നതിനെ കൊണ്ട് പുതിയ ലിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരാളെ നമ്പർ ഷെയർ ചെയ്ത് തരാം. മൂപ്പരോട് ചോദിച്ചാൽ മതി, മൂപ്പര് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോബിന്റെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയപ്പോ ഞാനൊരു ജോബ് എന്റെ ഫ്രണ്ടിന് വേണ്ടിട്ട് ഷെയർ ചെയ്യുന്ന. അപ്പൊ ആ ഫ്രണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ ഫ്രണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിലേക്ക് പോകും. ആ ഒരു രീതിയിൽ സാധാരണ നമ്മളെ
ചെറിയ പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള യൂണിലിങ്ക് ഒക്കെ ചെയ്ത് പോവാം, പക്ഷെ അതൊരു പെർഫെക്റ്റ് ഇല്ല ശരിക്ക്. ഇല്ല നമ്മളെ അത് ഫയർബേസ് ചില ടൈമില് പ്രശ്നം വരും. ശരിയാണ്. പ്രശ്നം വരുന്നുണ്ട്. അതെ, ഫയർബേസ് അടിപൊളിയായിരുന്നു, പക്ഷെ അവരത് എന്തുകൊണ്ടോ അത് റിമൂവ് ആക്കി. അപ്പൊ ഞാൻ ആപ്പ് ഫ്ലയർ എന്ന് പറഞ്ഞിട്ടൊരു തേർഡ് പാർട്ടി SDK ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അതില് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്കോ ആപ്പ് സ്റ്റോറിലേക്കോ പോകുന്നുണ്ട്, പക്ഷെ പെർട്ടിക്കുലർ പേജിലേക്ക് അത് റീഡയറക്റ്റ് ആവുന്നില്ല. ഓക്കെ, നിങ്ങൾ എനിക്കൊരു ഹായ് ഇടാൻ പറ്റുമോ? ഞാൻ മൂപ്പര് നമ്പർ അയച്ചു തരാം. ഒരു പരിപാടി റൈം ബ്രോ, എൻ്റെ നമ്പർ നിങ്ങളെ കയ്യിലല്ലേ? നമ്മളാ ഗ്രൂപ്പിന്റെ അഡ്മിന്റെ ഇതിലുണ്ടാവും. അതിലേക്ക് നിങ്ങളൊന്ന് ഹായ് വിട്ടുന്ന ഷാഫിന്റെ നമ്പർ ഞാൻ വിട്ടുതരാം. ഷാഫി പിന്നെ അങ്ങനത്തെ ക്ലോസ് റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു ബന്ധമുള്ള ഒരാളാണ്. ഓക്കെ, ഞാൻ അയക്കാം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടോ. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് മീറ്റപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്, നമ്മളെ ഗ്രൂപ്പിൽ കുറച്ച് മുമ്പ് പല ആൾക്കാരും പലരും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ പേൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, ലഡു വിതരണം, അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 2 വാരം അതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ഒന്നുമല്ല, നമ്മൾ ഇതൊരു ടെക്കിൻ്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് നിയന്ത്രിച്ചാൽ ഒരിക്കലും എൻ്റെ കയ്യിൽ നിൽക്കില്ല. കാരണം അറിയാലോ, ഇത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരിക്കലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂല. അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് നിലനിർത്തണോണ്ടത് ഇത്ര വിജയിച്ചു പോകുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മാക്സിമം നിങ്ങൾ ലിങ്ക്ഡിനുകൾ നിങ്ങൾ പേഴ്സണൽ പ്രൊഫൈലിലാണെങ്കിലും ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിലും ഒക്കെ ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് പോസ്റ്റ് ചെയ്യുക. കാരണം അത് നമ്മുടെ കരിയറിന് വളരെയധികം പലരും ചോദിച്ചിട്ടുണ്ട്. പല ലിങ്കുകൾ ഷെയർ ചെയ്യുമ്പോൾ ലിങ്ക്ഡിന് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. കാരണം അതൊരിക്കലും പ്രിവെൻറ്റബിൾ അല്ല. കാരണം നമ്മുടെ കരിയറിന് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് ലിങ്ക്ഡിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലിങ്ക്ഡിന് എന്തെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് എല്ലാ ഗ്രൂപ്പിലും നിങ്ങളുള്ള ഗ്രൂപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടോളൂ. പരസ്പരം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്തെടുക്കണം എന്നുള്ളൊരു സജഷൻ ഉണ്ട്. കാരണം ഈ ലിങ്ക്ഡിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ നാളെ ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ചേട്ടാ ഞാൻ ഇങ്ങനെ ജോബ് നോക്കുന്നുണ്ട്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് ഈ നമ്മുടെ കണക്ഷൻസിൽ, ഇതിപ്പോൾ ഞാനാണ് അതിൽ ആ ലിങ്കിൽ പോയിട്ട് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കണക്ഷൻസിലുള്ള ഒരുപാട് HRs ഉണ്ടാവും, അല്ലെങ്കിൽ ജോബിന് എംപ്ലോയീസിനെ നോക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇത് കാണുന്നുണ്ട്. ആരോ ഒരാൾ കമൻറ്റ് അവിടെ ഇട്ടിരിക്കുന്നത്, ഇന്ന ആൾ കണക്ഷനിലുള്ള ഇന്ന ആൾ അവിടെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ബ്രോ, ശരി അശ്വിൻ ബ്രോ ലെഫ്റ്റ് അടിച്ചോളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ വെച്ചാൽ HRs ഇതിൽ ഇവൻ ജോബ് നോക്കുന്നുണ്ട്, നമുക്കുള്ള റിക്വയർമെൻറ്റ് ഓക്കെ ആണോ എന്നുള്ള ലെവലിൽ HRs വന്ന് നോക്കും. അത് ഓക്കെ ആണെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. അതൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മടി വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കരുത്. മാക്സിമം പരസ്പരം, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പരസ്പരം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ലിങ്ക്ഡിനിൻ്റെ കാര്യത്തിൽ. കാരണം അതങ്ങനെ നമ്മുടെ കരിയറിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം. കാരണം ഫ്യൂച്ചർ പൊതുവേ നമ്മൾ ടെക് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി ലിങ്ക്ഡിനെ പോലത്തെ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇനി കൂടുതൽ ജോബ് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാക്സിമം ആർട്ടിക്കിൾസ് ചെയ്താൽ ആർട്ടിക്കിൾസ് ഗ്രൂപ്പുകളിൽ കൊണ്ടുവന്നിടുക, ആ ആർട്ടിക്കിൾസിന് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. ഒരു പക്ഷേ നമ്മൾ ടെക്ക് ആയിരിക്കില്ല എന്നിരുന്നാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡൊമൈൻ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പൈത്തൺ ഡെവലപ്പറാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്പർ ആണെങ്കിലും അതിന് ജസ്റ്റ് ഒന്ന് പോയി നമുക്കൊരു 3 സെക്കൻഡ് 2 സെക്കൻഡ് സമയം പോവുള്ളൂ. അതിന് പോയി ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക, അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു കുന്തം മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ വേറെ ഡൊമൈനാണ്, അവർ വേറെ ഡൊമൈനാണ്. പക്ഷേ എങ്ങിരുന്നാൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്തെടുക്കണമെന്ന് പറയാൻ കാരണം അത് അവരെ കരിയറിനെ ബിൽഡ് ചെയ്യുക. അവർ നമുക്ക് തിരിച്ച് ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരിക്കലും ലിങ്ക്ഡിൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും മടിക്കാറുണ്ട് ലിങ്ക്ഡിൻ്റെ ഗ്രൂപ്പുകളിൽ കൊണ്ടുവന്നിടാൻ. അത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നിടണം നമ്മളെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, എൻ്റെ ലിങ്ക്ഡിന് 20K+ ആയിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു, ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്. ഇനിയും എന്തെങ്കിലും നിങ്ങൾ ജോബ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഒന്ന് ടാഗ് ചെയ്തോളൂ. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്.
കമൻ്റ് ഇടാനാണെങ്കിലും ഒക്കെ. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആണല്ലോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ ഒരു സോറി പറയാണ്ട് മറ്റൊന്നല്ല, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനില്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ദാറ്റ്സ് ഹാപ്പി. അതുകൊണ്ടാണ് പലപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് തൽക്കാലം അവർ ചെയ്യുക, അങ്ങനെ ഒരു രസത്തിൽ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാന്ന് വെച്ചിട്ട് നന്നായിരിക്കും. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കോമൺ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണമെങ്കിൽ നന്നായിരുന്നു. അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഇനി ലിങ്ക്ഡിനെ പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എതിർപ്പോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. ഷാഫി ബ്രോ എന്തോ റേസ് ചെയ്തിട്ടുണ്ട്. ഷാഫി ബ്രോ പറഞ്ഞോളൂ. ഷാഫി മ്യൂട്ടാണല്ലോ. ഇല്ല ഞാൻ ജസ്റ്റ് വെറുതെ. പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറൊന്നുമില്ലല്ലോ. ഇല്ല മറ്റേ പിന്നെ റിയാസെ കോണ്ടാക്ട് നമ്പർ ഒന്ന് മേടിച്ചു തരണേ. എന്റെ സംഭവം റിലീസ് ഞാൻ നമ്പർ ഷെയർ ഷാഫിന്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ച് വാജിദ് ബ്രോനോട് താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിട്ടോ. ഇതേപോലെ ഇടയ്ക്ക് ഓരോരുത്തരെ കിട്ടും. അതാണ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ വിജയം. എല്ലാ വീക്കിലും ഉണ്ടാവലുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ എനിക്ക് ട്രാവലിനോട് വലിയൊരു ക്രേസാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യലായി. ഇപ്പോൾ കഴിഞ്ഞ 2 വീക്കായിട്ട് ഇപ്പോൾ ട്രാവലിങ് സ്റ്റോപ്പ് ചെയ്താണ്. ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ട്രാവൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് കമ്മ്യൂണിറ്റി സ്റ്റോപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർ ഹോൾഡ് ചെയ്താലും മതി. തൽക്കാലം അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ ഗീവ് ആൻഡ് ടേക്ക്. ഇത് ഇപ്പോൾ എൻ്റെ പേരിൽ നിന്നൊന്നുമില്ല, ഇത് കമ്മ്യൂണിറ്റി ഓപ്പൺ ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ വലിയൊരു കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് വൈഡ് ആയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇതൊരു ടീം തന്നെ ഉണ്ടാക്കിയെടുക്കണം, നല്ലൊരു ടീം. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, ഗുഡ് നൈറ്റ്.